ഹലോ നമസ്കാരം. എല്ലാവർക്കും എം ഫേവർ ലേണിംഗ് ആപ്പിന്റെ പുതിയൊരു റീസണിംഗ് സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എൻ്റെ പേര് മിഥുൻ രാജ്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഡയറക്ഷൻസ് ആണ്. ഓക്കെ, സെൻട്രൽ ലെവൽ എക്സാംസിന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭാഗമാണ് ഇത് ഡയറക്ഷൻസ്, അല്ലെ? ഡയറക്ഷൻസ്, ദിശകൾ, ദിക്കുകൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഡയറക്ഷൻസ് നമുക്ക് ഒട്ടും ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ഒരു പോർഷൻ ആണ്, അല്ലെ? എല്ലാ എക്സാം എടുത്തോ, ഇപ്പൊ സെൻട്രൽ ലെവൽ എക്സാം ഏതോ ആയിക്കോട്ടെ, RRB ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, ഇനി IB ആയിക്കോട്ടെ, അങ്ങനെ ഏത് തരത്തിലുള്ള സെൻട്രൽ ലെവൽ എക്സാംസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഉറപ്പായിട്ടും കാണാൻ സാധിക്കുന്ന ഒരു പോർഷനാണ് ഇത്. ഡയറക്ഷൻസുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തായാലും നമുക്ക് റീസണിങ്ങിൽ കാണാൻ പറ്റും, അല്ലെ? നിങ്ങൾ കണ്ടിട്ടില്ലേ, അല്ലെ? എക്സാംസ് ഒക്കെ എഴുതി നോക്കാറില്ലേ എല്ലാവരും? ഓക്കെ, അപ്പോ നിങ്ങൾ ഈ ഡയറക്ഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടാകും, അല്ലെ? പൊതുവെ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി എളുപ്പമുള്ള ഒരു ഏരിയ ആണ് ഡയറക്ഷൻസ് എന്ന് പറയുന്നത്, അല്ലെ? പക്ഷേ നമുക്ക് ഈ എക്സാമിന് ഈ എങ്ങനെയെങ്കിലും ഉത്തരം കിട്ടിയാൽ മതിയോ? പോരാ. പകരം എങ്ങനെ കിട്ടണം? വളരെ കുറഞ്ഞ സമയം കൊണ്ട്, ഷോർട്ട് ട്രിക്ക് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ കുറഞ്ഞ സമയത്തിൽ നമുക്ക് ആൻസർ കൊടുക്കാൻ സാധിക്കണം, അല്ലെ? സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ആൻസർ കൊടുക്കാൻ സാധിക്കണം. അപ്പോൾ മാത്രമേ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അത് വിജയിച്ചു, ശരിയായിട്ടുള്ള രീതിയിൽ ചെയ്തു എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുള്ളൂ, അല്ലെ? ഓക്കെ, അപ്പോൾ അത്തരത്തില് ഷോർട്ട് ട്രിക്ക് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട്, സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് എങ്ങനെ ഡയറക്ഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്തു തീർക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വിശദമായിട്ട് വ്യക്തമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, റെഡിയാണോ എല്ലാവരും? റെഡിയാണല്ലോ എല്ലാവരും? വന്നില്ലേ? ഓക്കെ, വന്നല്ലോ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡയറക്ഷനുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ആദ്യം തന്നെ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതാണ് കോമ്പസ്, അല്ലെ? വടക്കു നോക്കി യന്ത്രം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടില്ലേ, അല്ലെ? എല്ലാവരും കണ്ടിട്ടില്ലേ വടക്കു നോക്കി യന്ത്രം? ഓക്കെ, എന്താണ് വടക്കു നോക്കി യന്ത്രം? ദിശ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി, അല്ലെ? വടക്ക് നോക്കുന്ന അല്ലെങ്കിൽ ദിശ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്? കോമ്പസ് അല്ലെങ്കിൽ വടക്ക് നോക്കി യന്ത്രം. ഓക്കെ, ഒരു കോമ്പസിനെ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് ഓരോ ദിശയും എങ്ങനെയൊക്കെയാണ് വരുന്നത് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, റെഡിയാണല്ലോ? ഓക്കെ, നോക്കൂ, കോമ്പസിൽ എങ്ങോട്ടാണ് നോക്കുന്നത്? വടക്കിലേക്കാണ് നോക്കുന്നത്. അതുകൊണ്ടല്ലേ വടക്ക് നോക്കി യന്ത്രം എന്ന് പറയുന്നത്, അല്ലേ? നോർത്തിലേക്കാണ് നമ്മുടെ സൂചി. ഇവിടെ ഒരു ചുവന്ന സൂചി ആയിരിക്കും ഉണ്ടാവുക, അല്ലെ? ചുവന്ന സൂചി ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, നിങ്ങൾ നോക്കൂ, എന്താണ്? ഇതാണ് നോർത്ത്, അല്ലെ? നോക്കൂ, പ്രധാനപ്പെട്ട 4 ദിക്കുകളെ നമുക്ക് ഒരു കോമ്പസിൽ കാണാൻ സാധിക്കും, അല്ലെ? നോക്കിയേ, നോർത്ത് ഉണ്ട്, സൗത്ത് ഉണ്ട്, ഈസ്റ്റ് ഉണ്ട്, വെസ്റ്റ് ഉണ്ട്, അല്ലെ? നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് ഉണ്ടല്ലോ. ഓക്കെ, ഈ പ്രധാനപ്പെട്ട 4 ദിക്കുകളെ നമ്മൾ എന്ത് വിളിക്കും? കാർഡിനൽ പോയിന്റ്സ്. ഒരു കോമ്പസിന്റെ കാർഡിനൽ പോയിന്റ്സ് ആയിട്ടാണ് നമ്മൾ ഈ 4 ദിക്കുകളെയും വിളിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, നോക്കൂ, ഈ ഓരോ കാർഡിനൽ പോയിന്റ്സും എത്ര ഡിഗ്രി വിട്ടിട്ടാണ്, അല്ലെ? നോക്കിയേ, നോർത്തും ഈസ്റ്റും തമ്മിൽ എത്രയുണ്ട്? 90 ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട്, അല്ലെ? 90 ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട്. ഈസ്റ്റും സൗത്തും തമ്മിലോ? അതും 90 ഡിഗ്രിയാണ്. നോക്കൂ, സൗത്തും വെസ്റ്റും തമ്മിലോ? അവിടെയും 90. വെസ്റ്റും നോർത്തും തമ്മിലും 90 ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട്, അല്ലെ? അതായത് അടുത്തടുത്ത് നിൽക്കുന്ന കാർഡിനൽ പോയിന്റ്സ് തമ്മിൽ 90 ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട്. ഓക്കെ ആണല്ലോ? കാര്യം മനസ്സിലായല്ലോ? ഇവിടെ ഇപ്പൊ 0 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 90 ആയിരിക്കണം. ഇവിടെയോ 180 ആണ്. 180ഉം 90ഉം 270 വരും ഇവിടെ, അല്ലെ? ഇവിടെ വീണ്ടും 0 അല്ലെങ്കിൽ 360 വരുന്നു. മനസ്സിലായല്ലോ? അറിയുന്ന കാര്യമാണല്ലോ. ഓക്കെ, ഇനി നിങ്ങൾ നോക്കൂ, ഈ ഓരോ കാർഡിനൽ പോയിന്റ്സിന്റെയും കൃത്യം നടുവിലായിട്ട് ഓരോ പോയിന്റും കൂടി നിങ്ങൾ കാണുന്നില്ലേ, അല്ലെ? ഇവിടെ നോക്കൂ, ഒരു നോർത്ത് ഈസ്റ്റ് ഉണ്ട്, അല്ലെ? ഇവിടെ ഒരു സൗത്ത് ഈസ്റ്റ് ഉണ്ട്, ഇവിടെ ഒരു സൗത്ത് വെസ്റ്റ് ഉണ്ട്, ഇവിടെ ഒരു നോർത്ത് വെസ്റ്റ് ഉണ്ട്, അല്ലെ? അങ്ങനെ 4 പോയിന്റ്സും കൂടി നിങ്ങൾ കാണുന്നുണ്ട്, അല്ലെ? അവയെ നമ്മൾ എന്ത് വിളിക്കും? അവയെ സെമി കാർഡിനൽ പോയിന്റ്സ് എന്ന് വിളിക്കുന്നു. സെമി കാർഡിനൽ പോയിന്റ്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, നിങ്ങൾ നോക്കൂ, ഈ നോർത്ത് ഈസ്റ്റും സൗത്ത് ഈസ്റ്റും തമ്മിൽ എത്ര ഡിഗ്രി വ്യത്യാസമുണ്ട്? എത്രയുണ്ട് കോണളവ്? 90 ഡിഗ്രിയാണ്, അല്ലെ? അതായത് അടുത്തടുത്ത് വരുന്ന സെമി കാർഡിനൽ പോയിന്റ്സ് തമ്മിൽ 90 ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട്. ഓക്കെ, അത് മനസ്സിലായല്ലോ? ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. നോക്കൂ, എന്താണ്? ഒരു കാർഡിനൽ പോയിന്റും തൊട്ടടുത്തുള്ള സെമി കാർഡിനൽ പോയിന്റുമായിട്ട് 45 ഡിഗ്രിയുടെ വ്യത്യാസമാണുള്ളത്, അല്ലെ? 45. നോർത്ത് ഈസ്റ്റും തമ്മിൽ എത്രയുണ്ട്? 45 ഡിഗ്രി. ഈ നോർത്ത് ഈസ്റ്റും ഈസ്റ്റും തമ്മിലോ? അവിടെയും ഒരു 45 ഡിഗ്രി, അല്ലെ? ഈസ്റ്റും സൗത്ത് ഈസ്റ്റും തമ്മിൽ അവിടെയും ഒരു 45 ഡിഗ്രി. അതായത് അടുത്തടുത്ത് വരുന്ന
കാർഡിനൽ പോയിന്റ്സും സെമി കാർഡിനൽ പോയിന്റ്സും തമ്മിൽ എത്ര വ്യത്യാസം വരുന്നുണ്ട്? കോണില് 45 ഡിഗ്രി വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരു കോമ്പസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദിക്കുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട അടിസ്ഥാന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞത്. എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ എല്ലാവരും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഓരോ ദിക്കുകൾ ഏതാണെന്നും അവയുടെ ഓപ്പോസിറ്റ് ഏത് വരുന്നു, ഇനി തൊട്ട് പിന്നെ ക്ലോക്ക് വൈസ് നോക്കുമ്പോൾ വലതുഭാഗത്ത് ഏത് വരുന്നു, ആന്റി ക്ലോക്ക് വൈസ് നോക്കുമ്പോൾ നമുക്ക് ഇടതുഭാഗത്തുള്ള ദിക്ക് ഏതാണ്, അങ്ങനെയൊക്കെ കൃത്യമായിട്ട് അറിയാലോ. സെമി കാർഡിനൽ പോയിന്റ്സും അറിയാം, കാർഡിനൽ പോയിന്റ്സും കൃത്യമായിട്ട് അറിയാം അല്ലെ, അതിന്റെ കോണളവും നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ദിക്കുകളെ പറ്റിയിട്ട് ഒരു സാമാന്യ ധാരണ കൃത്യമായിട്ട് വരുത്തുക. എങ്കിൽ മാത്രമേ നമുക്ക് ഡയറക്ഷൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഇനി ഇത് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വേഗം വരച്ചു വെച്ചേ, ഒന്ന് വേഗം വരച്ചു വെക്കൂ. ഇനി മാറിപ്പോണ്ട, നിങ്ങൾ നോക്കിയേ, NEWS എങ്ങനെ ഓർക്കാം? ന്യൂസ് എന്നങ്ങ് ഓർത്താൽ മതി. ഓക്കെ, എന്താണ് ന്യൂസ്? NEWS ന്യൂസ് എന്ന രീതിയിൽ അങ്ങ് ഓർക്കുക. സെറ്റ് ആണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ദിക്കുകളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, എന്താണ് ആദ്യത്തെ ചോദ്യം? ഓക്കെ, നോക്കൂ, ടൈപ്പ് 1 നോക്കൂ. ശ്യാം ഈസ് വാക്കിംഗ് ടുവാർഡ്സ് നോർത്ത്, ടേൺസ് റൈറ്റ്, ടേൺസ് ലെഫ്റ്റ്, എഗെയിൻ ടേൺസ് ലെഫ്റ്റ്, ടേൺസ് റൈറ്റ്, ടേൺസ് ലെഫ്റ്റ്, എഗെയിൻ ടേൺസ് ലെഫ്റ്റ്, ടേൺസ് റൈറ്റ്, എഗെയിൻ ടേൺസ് റൈറ്റ്. ഇൻ വിച്ച് ഡിറക്ഷൻ ഈസ് ശ്യാം വാക്കിംഗ് നൗ? ശ്യാം ഇത്രയും തിരിയലൊക്കെ, ഇത്രയും ടേൺസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏത് ദിശയിലേക്കാണ് നടക്കുന്നത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഡിറക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തില് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടൈപ്പ് മോഡൽ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് അല്ലെ. ഇത് നമുക്ക് എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാം? ഒരു എക്സാമിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ വേഗം എന്ത് ചെയ്യും? വേഗം ഡയറക്ഷൻസ് ഒക്കെ ഒന്ന് വരച്ചു വെക്കും അല്ലെ. ഇങ്ങാനും കൺഫ്യൂഷൻ വന്ന് പോകണ്ടെന്ന് വെച്ചിട്ട് എന്താക്കും? ഡയറക്ഷൻ ഒക്കെ ഒന്ന് വരച്ചു വെക്കും അല്ലെ. എന്നിട്ട് എങ്ങോട്ടൊക്കെയാണോ തിരിഞ്ഞത് അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ അങ്ങ് അടയാളപ്പെടുത്തും അല്ലെ. നിങ്ങൾ നോക്കിയേ, ഇവിടെ ടേൺസ് റൈറ്റ്, ടേൺസ് ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. എന്താണ് ഈ ടേൺസ് റൈറ്റും ടേൺസ് ലെഫ്റ്റും? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ടേൺസ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ. എന്താണ് ക്ലോക്ക് വൈസ് ഡിറക്ഷൻ? ക്ലോക്കിലെ സൂചികൾ എങ്ങനെ തിരിയുന്നു ആ ഒരു ഡയറക്ഷൻ, അതാണ് ക്ലോക്ക് വൈസ് ഡിറക്ഷൻ അല്ലെ. ഘടികാര ദിശ എന്ന് മലയാളത്തിൽ പറയും അല്ലെ. നോക്കൂ, 90 ഡിഗ്രി വെറുതെ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 90 ഡിഗ്രി ഘടികാര ദിശയിൽ തിരിയുന്നു, അല്ലെങ്കിൽ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ തിരിയുന്നു. ഈ ഒരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, റൈറ്റ് എന്ന് പറഞ്ഞാൽ, വെറുതെ റൈറ്റ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ഘടികാര ദിശയിൽ, അതുകൊണ്ട് നമ്മൾ +90 എന്നും കൊടുക്കും, +90 ഡിഗ്രി എന്ന് സൂചിപ്പിക്കുന്നു. ഓക്കെ, ഇങ്ങനെ ഘടികാര ദിശയിൽ 90 ഡിഗ്രി തിരിയുന്നു എന്നാണ് അർത്ഥം. ഇനി ലെഫ്റ്റ് എന്ന് പറഞ്ഞാലോ, ടേൺസ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാലോ, അത് 90 ഡിഗ്രി എതിർ ഘടികാര ദിശയിൽ, ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ തിരിയുന്നു എന്നാണ് അർത്ഥം. മനസ്സിലായോ? ഇപ്പൊ നോക്കിയേ, നോർത്തിലേക്ക് പോകുന്ന ഒരാള് റൈറ്റിലേക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ്? നോർത്തിലേക്ക് പോയി നേരെ ഇങ്ങോട്ട് തിരിയുന്നു. ഇങ്ങോട്ട് ഏതാണ്? ഈസ്റ്റ് ആണ് അല്ലെ. ഈസ്റ്റിലേക്ക് തിരിയുന്നു എന്നാണ് അർത്ഥം. മനസ്സിലായല്ലോ? ഓക്കെ, ഈ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഗ്രാഫ് വരച്ചുകൊണ്ട് നമുക്ക് ആദ്യം ഒന്ന് കണ്ടുപിടിക്കാം. അതിനുശേഷം കൃത്യമായിട്ട് എളുപ്പത്തോടു കൂടി സെക്കൻഡുകൾ കൊണ്ട് നമ്മൾ എങ്ങനെ ഈ ഉത്തരം ചെയ്യുമെന്നും നമ്മൾ കൃത്യമായിട്ട് പഠിക്കും. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഗ്രാഫ് ഒന്ന് വരച്ച് ചെയ്ത് നോക്കാം. നോക്കൂ, ശ്യാം ഈസ് വാക്കിംഗ് ടുവാർഡ്സ് നോർത്ത്. നോർത്തിലേക്കാണ് ശ്യാം നടക്കുന്നത് അല്ലെ. നോർത്തിലേക്കാണ് നടക്കുന്നത്. ടേൺസ് റൈറ്റ് എന്താണ്? ശ്യാം വലത്തേക്ക് തിരിഞ്ഞു. ടേൺസ് ലെഫ്റ്റ് പിന്നെയോ ഇടത്തേക്ക് തിരിഞ്ഞു. ഓക്കെ, ഇടത്തേക്ക് തിരിഞ്ഞു. നോക്കൂ, എഗെയിൻ ടേൺസ് ലെഫ്റ്റ്, വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞു. ടേൺസ് റൈറ്റ് അല്ലെ, വലത്തേക്ക് തിരിഞ്ഞു. ടേൺസ് ലെഫ്റ്റ്, എഗെയിൻ ടേൺസ് ലെഫ്റ്റ്, ടേൺസ് റൈറ്റ്, എഗെയിൻ ടേൺസ് റൈറ്റ് അല്ലെ. അതായത് ശ്യാം ആദ്യം നോർത്തിലേക്കാണ് നടന്നത്, ഇപ്പോൾ എങ്ങോട്ട് നടക്കുന്നു? അതല്ലേ ചോദ്യം അല്ലെ. ഇൻ വിച്ച് ഡിറക്ഷൻ ഈസ് ശ്യാം വാക്കിംഗ് നൗ എന്നാണ് ചോദ്യം. എങ്ങോട്ടാണ്? നോർത്തിലേക്ക് തന്നെയാണ് അല്ലെ. നോർത്തിലേക്ക് തന്നെയാണ് ശ്യാം ഇപ്പോഴും നടക്കുന്നത് അല്ലെ. അത് നമ്മൾ ഗ്രാഫ് വരച്ചുകൊണ്ട് കൃത്യമായിട്ട് കിട്ടി. ഏതാണ്? ഓപ്ഷൻ എ, നോർത്ത് ആണ് എന്ന് നമുക്ക് ഉത്തരം കിട്ടി അല്ലെ. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇങ്ങനെ കുറച്ച് വലിയ ഡാറ്റയൊക്കെ തന്നുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും ഒരുപാട് സമയം നമ്മുടെ എക്സാമിന്റെ നഷ്ടപ്പെടും അല്ലെ. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രശ്നം നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ട് ട്രിക്ക് പഠിക്കുന്നു. ഗ്രാഫ് പോലും വരച്ചു നോക്കാതെ കൃത്യമായിട്ട് നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും.
ഓക്കെ, നോക്കാം എങ്ങനെയാണ്. നിങ്ങൾ നോക്കിയേ, ശ്യാം ഈസ് വാക്കിംഗ് ടുവാർഡ്സ് നോർത്ത്. ഈ നോർത്ത് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എവിടെയാണ് കണ്ടെത്തുക? എന്താണ് നോർത്ത് എന്നുള്ളത് നമ്മൾ ആദ്യം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നോർത്താണ് അല്ലെ? നോർത്താണ്, നോർത്തിലേക്കാണ് ശ്യാം ആദ്യം പോകുന്നത്, നോർത്ത്. ഓക്കെ, അത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി നോക്കൂ, ടേൺസ് റൈറ്റ് അല്ലെ? ടേൺസ് റൈറ്റ്, ആദ്യം റൈറ്റിലേക്ക് തിരിയുന്നു, പിന്നെ ടേൺസ് ലെഫ്റ്റ്, പിന്നെ ലെഫ്റ്റിലേക്ക് തിരിയുന്നു, എഗെയിൻ ടേൺസ് ലെഫ്റ്റ്, വീണ്ടും ലെഫ്റ്റിലേക്ക് തിരിയുന്നു, ടേൺസ് റൈറ്റ്, പിന്നെയോ ടേൺസ് ലെഫ്റ്റ്, പിന്നെ എഗെയിൻ ടേൺസ് ലെഫ്റ്റ്, ടേൺസ് റൈറ്റ്, എഗെയിൻ ടേൺസ് റൈറ്റ് എന്നാണ് പറഞ്ഞത് അല്ലെ? ഇങ്ങനെയല്ലേ പറഞ്ഞത്? ഓക്കെ, അതിനുശേഷം ഇൻ വിച്ച് ഡിറക്ഷൻ ഈസ് ശ്യാം വാക്കിംഗ് നൗ? ഇത്രയും ടേൺസ് കഴിഞ്ഞതിന് ശേഷം ശ്യാം ഏത് ദിശയിലാണ് നടക്കുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം അല്ലെ? എങ്ങനെ കണ്ടുപിടിക്കും? ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഒരു റൈറ്റിന് ഒരു ലെഫ്റ്റ് എന്ന രീതിയിൽ നമ്മൾ വെട്ടിക്കളയുക. ഓക്കെ, ക്യാൻസൽ ചെയ്ത് കളയാ. നോക്കൂ, ഒരു റൈറ്റിന് ഒരു ലെഫ്റ്റ് എന്ന രീതിയിൽ നിങ്ങൾ ക്യാൻസൽ ചെയ്ത് കളയൂ. നോക്കിക്കേ, ഒരു റൈറ്റിന് ഒരു ലെഫ്റ്റ് പോയി, പിന്നെ ഒരു ലെഫ്റ്റിന് ഒരു റൈറ്റ് പോയി, പിന്നെ ഒരു ലെഫ്റ്റിന് ഒരു റൈറ്റ് പോയി, ഒരു ലെഫ്റ്റിന് ഒരു റൈറ്റ് പോയി. നോക്കൂ, ഇവിടെ ഒരു റൈറ്റും ഒരു ലെഫ്റ്റും അവശേഷിക്കുന്നില്ല. അതിനർത്ഥം എന്താണ്? ശ്യാമ ആദ്യം എങ്ങോട്ടാണോ നടന്നത്? എങ്ങോട്ടാണ്? നോർത്തിലേക്കാണ്. ഇപ്പോഴും ശ്യാമ എവിടേക്കാണ് നടക്കുന്നത്? ഏത് ദിശയിലാണ് നടക്കുന്നത്? നോർത്തിൽ തന്നെയാണ്, നോർത്ത് ദിശയിലേക്കാണ് ശ്യാം ഇപ്പോഴും നടക്കുന്നത്. ഉത്തരം കിട്ടിയില്ലേ? ഓക്കെ, എന്താണ്? ഓപ്ഷൻ എ നോർത്ത് ആണ് അല്ലെ? അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ എഴുതിയിട്ടൊക്കെ വേണ്ടേ ചെയ്യാൻ? അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ഒരുപാട് നേരം പോവില്ലേ? അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ നോക്കിയേ, ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മൾ ആദ്യം അവസാന ഭാഗത്തേക്ക് നോക്കുക. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ശ്യാം വാക്കിംഗ് നൗ? നമ്മൾ ഇവിടെ കാണുന്നത് നോർത്തിലേക്കാണ്. റൈറ്റ് ലെഫ്റ്റ് അതൊക്കെയാണ് തന്നത്, ദൂരം തന്നിട്ടില്ല അല്ലെ? നിങ്ങൾക്ക് റൈറ്റ് ലെഫ്റ്റ് അങ്ങനെ തിരിയുന്നത് മാത്രമേ തന്നിട്ടുള്ളൂ. ഇങ്ങനെ ഒരു കേസ് ആണെങ്കിൽ, ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നോർത്ത് നമ്മൾ ആദ്യം നോട്ട് ചെയ്ത് വെച്ചല്ലോ അല്ലെ? നോർത്തിലേക്കാണ് ആദ്യം ശ്യാം പോകുന്നതെന്ന് പിന്നെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു അല്ലെ? നോക്കൂ, ഒരു റൈറ്റിന് ഒരു ലെഫ്റ്റ് എന്ന രീതിയിൽ കട്ട് ചെയ്യുന്നു. ഒരു റൈറ്റ് പോയി, ലെഫ്റ്റ് പോയി, ഇനി ഒരു ലെഫ്റ്റ് പോയി, പിന്നെ ഒരു റൈറ്റ് പോയി, ഒരു ലെഫ്റ്റും കൂടി കട്ട് ചെയ്തു, പിന്നെ ഒരു റൈറ്റും കൂടി കട്ട് ചെയ്തു, ഒരു ലെഫ്റ്റ് ഇവിടെ ഉണ്ട്, പിന്നെ ഒരു റൈറ്റും ഉണ്ട് അല്ലെ? ഇനി എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഭാഗത്തേക്ക് തിരിയുന്ന അവശേഷിക്കുന്നുണ്ടോ? ഇല്ല. അതിനർത്ഥം ശ്യാം ഇപ്പോൾ നടക്കുന്നത് നോർത്തിലേക്കാണ് അല്ലെ? ക്വസ്റ്റ്യൻ വായിച്ച് തീരുന്ന സമയം കൊണ്ട്, സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം നമുക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ ആണോ? മനസ്സിലായോ? ഈ ഒരു ട്രിക്ക് മനസ്സിലായോ? മനസ്സിലായവരൊക്കെ ഒന്ന് കമന്റ് ചെയ്തേ വേഗം. ഓക്കെ അല്ലേ? ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ എന്താണ് കാര്യം? ഒരു റൈറ്റിന് ഒരു ലെഫ്റ്റ് എന്ന രീതിയിൽ വെട്ടിക്കളയുന്നു. അവശേഷിക്കുന്നത് എന്താണോ അത് പ്രകാരം ഏത് ദിശയാണെന്ന് നമ്മൾ തീരുമാനിക്കുന്നു. ഓക്കെ, ഇപ്പൊ നമ്മൾ ഷോർട്ട് ട്രിക്ക് പഠിച്ചു അല്ലെ? ഒരു ഷോർട്ട് ട്രിക്ക്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ട് ട്രിക്ക് നമ്മൾ പഠിച്ചു. അതിന്റെ ആ ഒരു സൂപ്പർ ട്രിക്ക്, നമ്മളെ ഷോർട്ട് ട്രിക്ക് നമ്മൾ സൂപ്പർ ട്രിക്ക് എന്ന് വിളിക്കുന്നു. ആ സൂപ്പർ ട്രിക്ക് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഓപ്പോസിറ്റ് ഡിറക്ഷൻസ് ക്യാൻസൽസ് ഈച്ച് അതർ അല്ലെ? ഒരു റൈറ്റും ഒരു ലെഫ്റ്റും വന്നാൽ എന്താകുന്നു? ക്യാൻസൽ ചെയ്യുന്നു. എന്തുകൊണ്ടാണ് അത് ക്യാൻസൽ ആവുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താണ്? റൈറ്റിലേക്ക് തിരിയുന്നു എന്ന് പറഞ്ഞാൽ അവിടെ +90 ഡിഗ്രി തിരിയുന്നു എന്നാണ് അല്ലെ? ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ, റൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ 90 ഡിഗ്രി തിരിയുന്നു എന്നാണ് അർത്ഥം അല്ലെ? ഇനി ഒരു ലെഫ്റ്റ് ആണെങ്കിലോ, ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ, ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ 90 ഡിഗ്രി തിരിയുന്നു അല്ലെ? നോക്കൂ, +90യും -90യും കൂടി എത്രയാവും? 0 ആവും. അതായത് ക്യാൻസൽ ആയി പോകും. മനസ്സിലായല്ലോ? ഓക്കെ, ഇതാണ് റൈറ്റ് ലെഫ്റ്റ് വന്നാലുള്ള കാര്യം അല്ലെ? അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരുമ്പോൾ ഇതാണ് കാര്യം. ഓക്കെ, ഇനി നോക്കൂ, സെയിം ഡിറക്ഷൻ ആണെങ്കിലോ അപ്പോൾ ആഡ് ചെയ്യപ്പെടും. നിങ്ങൾ നോക്കൂ, രണ്ട് റൈറ്റ് വന്നു, അതിനർത്ഥം എന്താണ്? ഒരു +90 ഉണ്ട്, വീണ്ടും ഒരു +90 വന്നു, അതിനർത്ഥം 180 ഡിഗ്രി തിരിയുന്നു എന്നാണ് അല്ലെ? 180 ഡിഗ്രി, അതായത് +180 എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ 180 തിരിയുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി നോക്കൂ, ഇനി രണ്ട് ലെഫ്റ്റ് ആണെങ്കിലോ അവിടെ -180 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ തിരിയുന്നു എന്നാണ് അർത്ഥം. മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വേഗം ചെയ്യൂ. ഒന്ന് വേഗം ചെയ്തിട്ട് വേഗം കമന്റ് ചെയ്തേ ഉത്തരം. എ കാർ ഈസ് റണ്ണിങ് ടുവാർഡ്സ് സൗത്ത് അല്ലെ? ഓക്കെ, ടേൺസ് റൈറ്റ്, again turns right, turns left, again turns left, turns right, turns left, again turns left, turns right, again turns right. In which direction is car running now? അല്ലെ? നമ്മൾ ഇപ്പൊ ചെയ്ത അതേ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് വേഗം ചെയ്യൂ എല്ലാവരും. ഒന്ന് വേഗം ചെയ്തേ.
നോക്കാം നമുക്ക്. ഓക്കെ, എന്താണ്? കാർ ഈസ് റണ്ണിങ് ടുവാർഡ്സ് സൗത്ത് അല്ലെ, സൗത്തിലേക്കാണ് ഇങ്ങോട്ട് ആര് പോകുന്നത്? കാറ് പോകുന്നത് സൗത്തിലേക്കാണ്. ഓക്കെ, എന്താണ്? ആദ്യം ടേൺസ് റൈറ്റ് അല്ലെ, എഗെയിൻ ടേൺസ് റൈറ്റ്, പിന്നെ ടേൺസ് ലെഫ്റ്റ്, എഗെയിൻ ടേൺസ് ലെഫ്റ്റ്, ടേൺസ് റൈറ്റ്, ടേൺസ് ലെഫ്റ്റ്, എഗെയിൻ ടേൺസ് ലെഫ്റ്റ്, ടേൺസ് റൈറ്റ്, എഗെയിൻ ടേൺസ് റൈറ്റ് അല്ലെ. എല്ലാം എഴുതിയില്ലേ അല്ലെ? ഇവിടെ കൊണ്ട് കഴിഞ്ഞു അല്ലെ, ടേൺസ് ഒക്കെ ഇവിടെ കൊണ്ട് കഴിഞ്ഞു അല്ലെ. ഇനി എന്ത് ചെയ്യണം? ഒരു റൈറ്റിന് ഒരു ലെഫ്റ്റ് എന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഓക്കെ, കട്ട് ചെയ്ത് കളയണം. നോക്കിയേ, ഒരു റൈറ്റിന് ഒരു ലെഫ്റ്റ് പോയി, ഇവിടെയോ ഒരു റൈറ്റിന് ഒരു ലെഫ്റ്റ് പോയി, ഇവിടെയോ ഒരു റൈറ്റിന് ഒരു ലെഫ്റ്റ് പോയി, ഇവിടെയോ ഒരു ലെഫ്റ്റിന് ഒരു റൈറ്റ് പോയി അല്ലെ, പോയി. ഇനി എന്താ അവശേഷിക്കുന്നത്? ഒറ്റ ഒരു റൈറ്റ് മാത്രമാണ് അവശേഷിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ നോക്കിയേ, സൗത്തിനോട് റൈറ്റ് വരുന്നു അല്ലെ, സൗത്തിന്റെ കൂടെ എന്ത് വരുന്നു? റൈറ്റ് വരുന്നു. അതിനർത്ഥം സൗത്തിനോട് ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ 90 ഡിഗ്രി കൂടുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്ത് വരും? നിങ്ങൾ നോക്കിയേ, ഇവിടെ നോക്കൂ, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് അല്ലെ, അങ്ങനെയാണല്ലോ. സൗത്തിനോട് 90 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ വരുമ്പോൾ എവിടെ എത്തുന്നു? വെസ്റ്റ് എത്തുന്നു അല്ലെ, വെസ്റ്റ് എത്തുന്നു. അതായത് കാർ ഇപ്പോൾ റൺ ചെയ്യുന്നത് ഏത് ദിശയിലാണ്? വെസ്റ്റ് ദിശയിലാണ്, പടിഞ്ഞാറ് ദിശയിലാണ് ഇപ്പോൾ കാറ് പോകുന്നത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയുത്തരം. കിട്ടിയോ? മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ, കിട്ടുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചുകൊണ്ട് വേഗം ചെയ്യാലോ അല്ലെ. അതും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. സൗത്ത് ആണ്, ഒരു റൈറ്റിന് ഒരു ലെഫ്റ്റ് പോയി, ഇനി ഒരു റൈറ്റിന് ഒരു ലെഫ്റ്റ് പോയി അല്ലെ. ഇനി നോക്കൂ, ഒരു റൈറ്റിന് ലെഫ്റ്റ് പോയി, ഈ ഒരു ലെഫ്റ്റിന് റൈറ്റ് പോയി. ഇനി എന്താണ് ബാക്കിയുള്ളത്? ഒറ്റ ഒരു റൈറ്റ്. സൗത്തിന്റെ റൈറ്റ് വെസ്റ്റ് ആണ്. ഓക്കെ, കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഉത്തരം വേഗം ഓപ്ഷൻ സി എന്ന് സെലക്ട് ചെയ്യാം. സെറ്റ് ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഫേസിംഗ് ടു ദ നോർത്ത് തോമസ് ടേൺസ് ഇൻ സർട്ടൻ വേസ്, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ടേൺസ് വിൽ നോട്ട് ലീഡ് ഹിം ടു ദ സെയിം സൈഡ് അല്ലെ. വിൽ നോട്ട് ലീഡ് ഹിം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, എന്താണ്? തോമസ് നോർത്തിലേക്കാണ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നത്. ഓക്കെ, ഫേസിംഗ് ടു ദ നോർത്ത് തോമസ് ടേൺസ്, വടക്ക് ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് തോമസ് സെർട്ടൻ വേസിൽ കൂടെ ടേൺ ചെയ്യുന്നു. എങ്ങനെയൊക്കെയാണ് ടേൺ ചെയ്യുന്നതെന്ന് പല ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് രീതിയിൽ തോമസ് ടേൺ ചെയ്താൽ ദാറ്റ് വിൽ നോട്ട് ലീഡ് ഹിം ടു ദ സെയിം സൈഡിലേക്ക് അദ്ദേഹത്തെ നയിക്കാത്ത പിന്നെ ടേൺസ് ഏതാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, ഇപ്പൊ നമുക്ക് നോർത്ത് വരച്ചിട്ട് ഇത് ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരച്ച് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അതിനൊന്നും നേരമില്ല നമുക്ക് എക്സാമിന് അല്ലെ, അതിനൊന്നും നേരമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റും ലെഫ്റ്റും വെച്ചിട്ട് നമ്മൾ എന്താക്കണം? കട്ട് ചെയ്ത് കളയണം അല്ലെ, ക്യാൻസൽ ചെയ്ത് കളയണം. ചെയ്ത് നോക്കാം അല്ലെ. ഒരു ലെഫ്റ്റിന് ഒരു റൈറ്റ് പോയി, ആദ്യത്തെ ഓപ്ഷൻ നോക്കുവാണ്. ഒരു ലെഫ്റ്റിന് ഒരു റൈറ്റ് പോയി, പിന്നെയോ ഒരു ലെഫ്റ്റിന് അടുത്ത റൈറ്റ് പോയി, ഈ ഒരു ലെഫ്റ്റിന് പിന്നെയുള്ള റൈറ്റ് പോയി അല്ലെ. അതായത് ഈ ആദ്യത്തെ ഓപ്ഷൻ എയിലുള്ള എല്ലാ ടേൺസും ക്യാൻസൽ ആയി കഴിഞ്ഞു. അതിനർത്ഥം എന്താണ്? ഈ തോമസ് ഈ ആദ്യത്തെ ഓപ്ഷൻ എ പ്രകാരമുള്ള ടേൺസ് ആണ് എടുക്കുന്നതെങ്കിൽ അദ്ദേഹം നോർത്തിലേക്ക് തന്നെ ഫേസ് ചെയ്യും അല്ലെ. വിൽ നോട്ട് ലീഡ് ഹിം ടു ദ സെയിം സൈഡ് എന്നാണ് ചോദിച്ചത് അല്ലെ. അങ്ങനെ ചെയ്യാത്തത് ഏതാണെന്നാണ് ചോദിച്ചത് അല്ലെ. നോക്കാം നമുക്ക്. ഇവിടെ നോക്കൂ, റൈറ്റിന് ഒരു ലെഫ്റ്റ് പോകുന്നു, അടുത്തതോ ഒരു റൈറ്റ് പോയി, ഒരു ലെഫ്റ്റും കൂടി പോയി അല്ലെ. ഇനി നോക്കൂ, രണ്ട് റൈറ്റ് ബാക്കിയുണ്ട് അല്ലെ. അത് ക്യാൻസൽ ആയി പോകുന്നില്ല. ഓക്കെ, അപ്പോഴെന്താണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. തോമസ് ഈ രണ്ടാമത്തെ ഓപ്ഷൻ പ്രകാരം തിരിയുകയാണെങ്കിൽ അദ്ദേഹം നോർത്തിലേക്ക് തിരിയില്ല അല്ലെ, നോർത്തിലേക്കല്ല അവസാനിച്ച് നിൽക്കുക. മനസ്സിലായല്ലോ. ഓക്കെ, ബാക്കിയുള്ള ചെക്ക് ചെയ്യണോ? ഓക്കെ, നോക്കിയേ, ഒരു ലെഫ്റ്റ് പോയി, ഒരു റൈറ്റ് പോയി, ലെഫ്റ്റ് പോയി, റൈറ്റ് പോയി, ലെഫ്റ്റ് പോയി, റൈറ്റ് പോയി, ക്യാൻസൽ ആയി മൊത്തം. അടുത്ത് നോക്കൂ, റൈറ്റ് ലെഫ്റ്റ് അല്ലെ, ബാക്കിയുള്ളതെല്ലാം ക്യാൻസൽ ആയി കഴിഞ്ഞു. ഓപ്ഷൻ ബിയിൽ മാത്രം അദ്ദേഹം എന്താണ്? നോർത്തിനോട് രണ്ട് റൈറ്റ് കഴിഞ്ഞ്, അതായത് എങ്ങോട്ടായിരിക്കും? സൗത്തിലേക്കായിരിക്കും. അത് നമുക്കറിയാം അല്ലെ. നോർത്തിനോട് രണ്ട് റൈറ്റ് വരുന്നു. ഏതൊക്കെ വരും? നോർത്ത് പ്ലസ് 90, പിന്നെ ഒരു 90 കൂടി വന്നു. അപ്പൊ എങ്ങോട്ടായി? സൗത്തിലേക്കായിരിക്കും നോർത്ത് രണ്ടാമത്തെ ഓപ്ഷൻ പ്രകാരം തിരിയുകയാണെങ്കിൽ ഫേസ് ചെയ്ത് നിൽക്കുന്നത്. കിട്ടിയല്ലോ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, സെറ്റ് ആണല്ലോ. അപ്പൊ കാര്യം മനസ്സിലായല്ലോ, നമ്മുടെ ഷോർട്ട് ട്രിക്ക് മനസ്സിലായല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കിയേ. എന്താണ്?
Pranav walked 20 meters towards the east, then walked 30 meters towards the north, then walked 20 meters towards the west, then he walked 40 meters towards the south. In which direction is he facing now? അല്ലെ, ഇവിടെ നോക്കിയേ, പ്രണവ് ഓരോ ദിശയിലേക്കും എത്ര മീറ്റർ നടന്നു എന്നൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ കുറെ ദൂരങ്ങളും കാര്യങ്ങളൊക്കെ തന്നിട്ട് അവസാനം പറയുകയാണ് പ്രണവ് ഇപ്പോൾ ഏത് ദിശയിലേക്കാണ് പിന്നെ ഫേസ് ചെയ്യുന്നതല്ലേ ചോദിച്ചത്, അല്ലെ? എന്താണ്, ഏത് ഡിറക്ഷനിലേക്കാണ് പ്രണവ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത്, അല്ലെ? അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ ദൂരം തന്നിട്ടുണ്ട്, ഓരോ ദിശകൾ തന്നിട്ടുണ്ട്, ഇതൊക്കെ തന്നിട്ടുണ്ട്, അല്ലെ? ഇതൊക്കെ നമ്മൾ നോക്കുന്ന എപ്പോഴാണ്? ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കാത്തപ്പോൾ മാത്രമാണ്, അല്ലെ? ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചില്ലെങ്കിൽ മാത്രമേ ഇതൊക്കെ നോക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വായിക്കുന്ന ഒരാൾക്ക് ഒറ്റയടിക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കും, അല്ലെ? എന്താ നോക്കിയേ, ഒരുപാട് ടേൺസ് കഴിഞ്ഞ് ടേൺസിന്റെ അവസാനം നോക്കിയേ, then he walked 40 meters towards south എന്ന് പറഞ്ഞാണ് ഈ ടേൺസ് ഒക്കെ നിൽക്കുന്നത്, അല്ലെ? സൗത്ത് എന്ന് പറയാൻ നിൽക്കുന്നത്. പിന്നെ എങ്ങോട്ട്, ഏത് ദിശയിലേക്കാണ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നത് ചോദിച്ചാൽ ഇതൊക്കെ നോക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട, നേരിട്ട് നമുക്ക് ഓപ്ഷൻ ഡി എന്ന് സെലക്ട് ചെയ്യാം. കിട്ടിയില്ലേ? ഓപ്ഷൻ ഡി, സൗത്ത് ആണ് നമ്മുടെ ശരി ഉത്തരം, അല്ലെ? എന്തെങ്കിലും വരച്ച് നോക്കേണ്ടതോ ചെയ്തു നോക്കേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, അല്ലെ? കറക്റ്റ് ഉത്തരത്തിലാണ് ചോദ്യം പോയി നിൽക്കുന്നത്, അല്ലെ? അവിടെ ആ ഉത്തരം ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താൽ മാത്രം മതി. കിട്ടുന്നില്ലേ? അപ്പൊ ക്വസ്റ്റ്യൻ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഡയറക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ അതിന്റെ അവസാന ഭാഗത്തേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ് ചോദിച്ചത്, എന്താ നമുക്ക് കണ്ടെത്തേണ്ടത് എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, കൃത്യമായല്ലോ? ഓക്കെ ആയല്ലോ? മനസ്സിലായല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, എന്താണ്? രോഹൻ ഈസ് ഫേസിംഗ് ടുവാർഡ്സ് നോർത്ത് ആഫ്റ്റർ വാക്കിംഗ് through certain directions. From the beginning, he turned right, turned left, again turned left, turns right, turned left, turned right, turned left, again turned left. From which direction he started his journey? അല്ലെ, നമ്മൾ തൊട്ട് മുൻപ് അതായത് നമ്മുടെ ഈ കഴിഞ്ഞ ക്വസ്റ്റ്യൻ തൊട്ട് മുൻപ് ചെയ്ത ആ ക്വസ്റ്റ്യനിൽ എങ്ങനെയായിരുന്നു? ആദ്യം എങ്ങോട്ടാണ് ആ വ്യക്തി നോക്കുന്നത് എന്ന് തന്നിട്ടുണ്ടായിരുന്നു, അല്ലെ? പക്ഷെ ഇവിടെ നോക്കൂ, അത് തന്നിട്ടില്ല. ഓക്കെ, അതിനുശേഷം കുറെ ടേൺസ് കഴിയുന്നു. അങ്ങനെ ടേൺസ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എങ്ങോട്ടാണ് നോക്കുന്നത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇവിടെ നിങ്ങൾ നോക്കൂ, അവസാനം ടേൺസിന് ശേഷം ഏത് ദിശയിലേക്കാണ് നോക്കുന്നത് എന്ന് തന്നിട്ടുണ്ട്, അല്ലെ? ഓക്കെ, അതിന് കഴിഞ്ഞിട്ട് എന്താ തന്നത്? ഏതൊക്കെ ദിശയിലേക്ക് തിരിഞ്ഞതിന് ശേഷമാണ് ഇപ്പൊ നോക്കുന്ന ആ ദിശയിലേക്ക് എത്തിയതെന്നും തന്നു. പിന്നെ ടേൺസ് ഒക്കെ തന്നിട്ടുണ്ട്. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ആദ്യം തുടക്കത്തിൽ അദ്ദേഹം ഏത് ദിശയിലേക്കാണ് നോക്കിയിരുന്നത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, മനസ്സിലായല്ലോ? അതായത് ടേൺസിന് ശേഷം അദ്ദേഹം നോക്കുന്നത് നോർത്തിലേക്കാണ്. ഓക്കെ, ടേൺസിന് ശേഷം അദ്ദേഹം നോക്കുന്നത് എങ്ങോട്ടാണ്? നോർത്തിലേക്കാണ്, അല്ലെ? അതിനുശേഷം എന്താ തന്നത്? ഓരോ ടേൺസും എങ്ങനെയാണെന്നും കൂടി തന്നിട്ടുണ്ട്. നമുക്ക് ആ ടേൺസ് ഒക്കെ ഒന്ന് എഴുതി നോക്കാം, അല്ലെ? നോക്കൂ. After walking through certain directions, from the beginning he turned right, റൈറ്റിലേക്ക് ആദ്യം തിരിഞ്ഞു. ഓക്കെ, പിന്നെയോ turned left, പിന്നെയോ again turned left, turns right, turned left, അല്ലെ? പിന്നെയോ turned right, turned left, again turned left. ഓക്കെ, ഇത്രയും ടേൺസിന് ശേഷം അദ്ദേഹം നോർത്തിലേക്ക് നോക്കുന്നു, അല്ലെ? അപ്പോൾ നമുക്ക് ഈ ആദ്യം അദ്ദേഹം എവിടെയാണ് നോക്കിയത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരത്തെ ചെയ്ത അതുപോലെ തന്നെ എന്ത് ചെയ്യാം? റൈറ്റും ലെഫ്റ്റും ക്യാൻസൽ ചെയ്ത് കളയാം. എന്ത് ചെയ്യാം? റൈറ്റും ലെഫ്റ്റും ക്യാൻസൽ ചെയ്യാം. റൈറ്റ് പോയി, ഒരു ലെഫ്റ്റ് പോയി, ഒരു ലെഫ്റ്റ് പോയി, ഒരു റൈറ്റ് പോയി, ഒരു ലെഫ്റ്റ് പോയി, ഒരു റൈറ്റ് പോയി. അതായത് ആദ്യം അദ്ദേഹം എങ്ങോട്ടാണ് നോക്കിയത്? രോഹൻ എങ്ങോട്ടാണോ നോക്കിയത് അവിടെ നിന്നും 2 ലെഫ്റ്റ് തിരിയുമ്പോഴാണ് എന്ത്? നോർത്തിലേക്ക് എത്തുന്നത്. ഓക്കെ, 2 ലെഫ്റ്റ് തിരിയുമ്പോഴാണ് അദ്ദേഹം നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. നോർത്തിനോട് 2 റൈറ്റ് കൂട്ടിയാൽ മതി. അതായത് ഒരു റൈറ്റ് എത്രയാണ്? +90 ഡിഗ്രി ആണ്. 2 റൈറ്റ് വരുമ്പോൾ എത്രയായി? +180 ഡിഗ്രി വന്നു. അതായത് നോർത്ത് +180 ഡിഗ്രി എത്ര കിട്ടും? സൗത്ത് എന്ന് കിട്ടും. ആദ്യം അദ്ദേഹം സൗത്തിലേക്കായിരുന്നു ഫേസ് ചെയ്തത്, അല്ലെ? ഇനി -180 എടുത്താലും സൗത്ത് തന്നെയാണ്. പക്ഷെ നമുക്ക് കൃത്യമായ വഴി എന്താണ്? നോർത്ത് +180 എടുക്കുമ്പോഴാണ് നമുക്ക് ആദ്യം രോഹൻ ഏത് ദിശയിലാണ് ഫേസ് ചെയ്തത് എന്ന് കിട്ടുന്നത്. മനസ്സിലായോ? ഓക്കെ, ആദ്യം രോഹൻ സൗത്തിലേക്കായിരുന്നു. ഇത്രയും ടേൺസിന് ശേഷം അദ്ദേഹം എവിടെ എത്തുന്നു? നോർത്തിലേക്ക് ഫേസ് ചെയ്തെത്തുന്നു. മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, കിട്ടിയില്ല എല്ലാവർക്കും? ഓക്കെ, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം.
മനസ്സിലായല്ലോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വേഗം ചെയ്തിട്ട് ഉത്തരം കമന്റ് ചെയ്യൂ. എന്താണ്? കവിത ഈസ് ഫേസിംഗ് ടുവാർഡ്സ് വെസ്റ്റ് ആഫ്റ്റർ വാക്കിംഗ് ത്രൂ certain directions. From the beginning she turned left, again turned left, turns right, turned left, turned right, turned left, turned right. From which direction she started her journey? നമ്മൾ ഇപ്പൊ ചെയ്ത അതേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഒന്ന് വേഗം ചെയ്തിട്ടൊന്ന് കമന്റ് ചെയ്യൂ ഉത്തരം. ഒന്ന് വേഗം ചെയ്യൂ. കിട്ടുന്നില്ലേ? ഓക്കെ, നമുക്ക് നോക്കാം എന്താണ്. കവിത ഈസ് ഫേസിംഗ് ടുവാർഡ്സ് വെസ്റ്റ് ആഫ്റ്റർ വാക്കിംഗ് സർട്ടൈൻ ഡിറക്ഷൻസ്. ഇപ്പോഴെങ്ങോട്ടാണ്? വെസ്റ്റിലേക്കാണ് നോക്കുന്നത് അല്ലെ. ഏതൊക്കെയാ ഡയറക്ഷൻസിലേക്ക് തിരിഞ്ഞത്? ഏതൊക്കെ ഡയറക്ഷനിലാണ് ടേൺ ചെയ്തത് നോക്കൂ. ഫ്രം ദ ബിഗിനിങ് ഷീ ടേൺഡ് ലെഫ്റ്റ്, അഗെയിൻ ടേൺഡ് ലെഫ്റ്റ്, അഗെയിൻ ടേൺഡ് ലെഫ്റ്റ്, ടേൺസ് റൈറ്റ്, ടേൺഡ് ലെഫ്റ്റ്, ടേൺഡ് റൈറ്റ്, ടേൺഡ് ലെഫ്റ്റ്, ടേൺഡ് റൈറ്റ് അല്ലെ. ഇത്രയും ടേൺസിന് ശേഷം കവിത എങ്ങോട്ട് നോക്കുന്നു? വെസ്റ്റിലേക്ക് നോക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ലെഫ്റ്റിന് ഒരു റൈറ്റ് എന്ന രീതിയിൽ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ലെഫ്റ്റ് പോയി റൈറ്റ് പോയി, ലെഫ്റ്റ് പോയി റൈറ്റ് പോയി, ലെഫ്റ്റ് പോയി റൈറ്റ് പോയി. ഓക്കെ, അതായത് ആദ്യത്തെ ഡിറക്ഷൻ എങ്ങോട്ടാണോ കവിത നോക്കിയത് അവിടെ നിന്നും 2 ലെഫ്റ്റ് തിരിയുമ്പോഴാണ് കവിത എങ്ങോട്ട് നോക്കുന്നത്? വെസ്റ്റിലേക്ക് നോക്കുന്നത്. അപ്പോൾ ആദ്യം നോക്കിയ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? വെസ്റ്റിനോട് എന്ത് ചെയ്യണം? 2 റൈറ്റ് കൂട്ടണം അല്ലെ. ഇവിടെ 2 ലെഫ്റ്റ് തിരിഞ്ഞപ്പോഴാണ് വെസ്റ്റിലെത്തിയത്. അങ്ങനെയാണെങ്കിൽ വെസ്റ്റിനോട് 2 റൈറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ കവിത ആദ്യം നോക്കിയത് ഏത് ഡിറക്ഷനിലാണ്, ഏത് ദിശയിലാണ് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. വെസ്റ്റ് പ്ലസ് 180 ഡിഗ്രി എത്ര കിട്ടും? ഈസ്റ്റ് എന്ന് കിട്ടും. ഓക്കെ, ഈസ്റ്റ് എന്ന് കിട്ടും. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഈസ്റ്റ് ആണ് നമ്മുടെ ഉത്തരം. കിട്ടിയോ? ഓപ്ഷൻ ബി കിട്ടിയോ? ഈസ്റ്റ് കിട്ടിയോ? ഓക്കെ, ഈസ്റ്റ് കിട്ടുന്നില്ലേ? ഓക്കെ, കിട്ടിയല്ലോ അല്ലേ? ഓക്കെ, സെറ്റ് ആണല്ലോ. അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. നമ്മുടെ ഷോർട്ട് ട്രിക്ക് പഠിച്ചു അല്ലെ. അത് പ്രകാരം ചോദിക്കുന്ന ഈ ഒരു മോഡൽ ചോദിക്കുന്ന എല്ലാവിധ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ നമുക്ക് ഇങ്ങനെ ഈ ഷോർട്ട് ട്രിക്ക് കൂടെ വളരെ എളുപ്പത്തിൽ കണ്ടെത്താമെന്നും പഠിച്ചു അല്ലെ. ഡയഗ്രാം വരയ്ക്കേണ്ട, എന്തിന് ഇതുപോലും നമുക്ക് എഴുതി നോക്കണ്ട അല്ലെ. ക്വസ്റ്റ്യൻ തന്നെ കിട്ടും അല്ലെ. ഫേസിംഗ് ടുവാർഡ്സ് വെസ്റ്റ് ആണ് അല്ലെ. ഇനി നോക്കൂ. ആഫ്റ്റർ വാക്കിംഗ് ത്രൂ സർട്ടൻ ഡയറക്ഷൻസ് ഫ്രം ദ ബിഗിനിങ് ഷീ ടേൺഡ് ലെഫ്റ്റ്. ഒരു ലെഫ്റ്റിന് ഒരു റൈറ്റ് എന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നു. ഇവിടെ ലെഫ്റ്റ് പോയി ഒരു റൈറ്റ് പോയി. ഇനിയോ ഇവിടെ ഒരു ലെഫ്റ്റ് പോയി ഒരു റൈറ്റ് പോയി. ഇനി നോക്കൂ, ഇവിടെ ഒരു ലെഫ്റ്റ് പോയി ഇവിടെ ഒരു റൈറ്റ് പോയി. ഓക്കെ, ഇനി എന്താ ബാക്കിയുള്ളത്? 2 ലെഫ്റ്റ് ബാക്കിയുണ്ട് അല്ലെ. 2 ലെഫ്റ്റ് ബാക്കിയുണ്ട്. ഓക്കെ, 2 ലെഫ്റ്റ് തിരിഞ്ഞതിന് ശേഷം വെസ്റ്റിലേക്ക് നോക്കണമെങ്കിൽ വെസ്റ്റിൽ നിന്ന് 2 റൈറ്റ് തിരിഞ്ഞാൽ ആദ്യം എങ്ങോട്ടാണ് കവിത നോക്കിയെന്ന് കിട്ടും അല്ലെ. അതെവിടെയാണ്? ഈസ്റ്റ് ആണ്. ഓക്കെ, അത് തന്നെയാണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ, ഇതുപോലും എഴുതി നോക്കാതെ വളരെ പെട്ടെന്ന് കൃത്യമായിട്ട് നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? ഷോർട്ട് ട്രിക്ക് മനസ്സിലായല്ലോ? ഓക്കെ, സെറ്റ് ആണല്ലോ? ഓക്കെ, കിട്ടുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ടൈപ്പ് നോക്കാം. ഓക്കെ, അടുത്തൊരു ടൈപ്പ് നോക്കാം. ഓക്കെ, നോക്കിയേ, എന്താ ചോദ്യം? ഗൗരവ് സ്റ്റാർട്ടഡ് വാക്കിംഗ് 30 മീറ്റർ ടുവാർഡ്സ് നോർത്ത്. ഓക്കെ, ഗൗരവ് നോർത്തിലേക്ക് 30 മീറ്റർ നടക്കുകയാണ്. ഓക്കെ, then walked 20 meter towards west, then he walked 30 meter towards south. In which direction and how long distance is he now from the starting point? Okay, ഇത്രയും ദിക്കുകളിലേക്കൊക്കെ നടന്നതിന് ശേഷം ഗൗരവ് ഇപ്പോൾ ഏത് ഡിറക്ഷനിലാണ്, എത്ര ദൂരം മാറിയാണ്, ആരംഭ സ്ഥാനത്ത് നിന്നും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും എത്ര ദൂരം മാറിയാണ്, ഏത് ദിശയിലാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്കൊന്ന് വരച്ചു നോക്കാം. നമുക്ക് ഡയഗ്രാം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഇതൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, നോക്കൂ, നമ്മുടെ ദിക്കുകൾ എങ്ങനെയാണ്? നോർത്ത് ഇതാണ്, സൗത്ത് ഇതാണ്, ഈസ്റ്റ് ഇതാണ്, വെസ്റ്റ് ഇതാണ്. ഓക്കെ, നോക്കൂ, ഗൗരവ് സ്റ്റാർട്ടഡ് വാക്കിംഗ് 30 മീറ്റർ ടുവാർഡ്സ് നോർത്ത്. നോർത്തിലേക്ക് 30 മീറ്റർ നടക്കുന്നു ഗൗരവ്. ഓക്കെ, അതിനുശേഷം then walked 20 മീറ്റർ ടുവാർഡ്സ് വെസ്റ്റ് അല്ലെ. വെസ്റ്റിലേക്ക് 20 മീറ്റർ കൂടി ഗൗരവ് നടന്നു. അതിനുശേഷമോ then he walked
30 മീറ്റർ ടുവാർഡ്സ് സൗത്ത്, സൗത്തിലേക്ക് 30 മീറ്റർ 30 മീറ്ററും കൂടിയിട്ട് ഗൗരവ് നടന്നു അല്ലെ. ഇനി എന്താ ചോദ്യം? ഇൻ വിച്ച് ഡിറക്ഷൻ ആൻഡ് ഹൗ ലോങ് ഡിസ്റ്റൻസ് ഈസ് ഹി നൗ ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലെ. ആരംഭ സ്ഥാനത്ത് നിന്നും ഇപ്പോൾ എത്തി നിൽക്കുന്ന ഗൗരവ് ഇപ്പോൾ എത്തി നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്ര ദൂരമുണ്ട്, ഏത് ദിശയിലാണ് എന്നാണ് ചോദ്യം അല്ലെ. ഡയഗ്രത്തിൽ കൂടെ നമുക്ക് പെട്ടെന്ന് കിട്ടും എന്താണ്, 20 മീറ്റർ ആണ്, അത് വെസ്റ്റിലേക്കാണ് ഗൗരവ് ഇപ്പോൾ നിൽക്കുന്നത് അല്ലെ. ആരംഭ സ്ഥാനത്ത് നിന്നും 20 മീറ്റർ മാറിയിട്ട് എങ്ങോട്ട്, വെസ്റ്റ് ഭാഗത്തേക്ക്, പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഗൗരവ് ഇപ്പോൾ നിൽക്കുന്നത് അല്ലെ. ഓക്കെ, 20 മീറ്റർ വെസ്റ്റ് ആണ്. ഇതാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം അല്ലെ. ഇത് വളരെ ചെറിയൊരു ഡാറ്റ ആയതുകൊണ്ട് നമുക്ക് ഡയഗ്രാം ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എന്നാൽ നമുക്കൊരു കുറച്ച് വലിയ ഡാറ്റയാണെങ്കിൽ എങ്ങനെ ഒരു ഷോർട്ട് ട്രിക്ക് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ വളരെ പെട്ടെന്ന് ഉത്തരം കണ്ടെത്തും എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കിയേ, എന്താണ് ആദ്യം പറഞ്ഞത്? ഗൗരവ് സ്റ്റാർട്ടഡ് വാക്കിംഗ് ടു 30 മീറ്റർ ടുവാർഡ്സ് നോർത്ത് അല്ലെ. നോർത്തിലേക്ക് 30 മീറ്റർ ആണ് ഗൗരവ് നടക്കുന്നത് അല്ലെ. നോർത്തിലേക്ക് 30 മീറ്റർ നടക്കുന്നു. അതുകൊണ്ട് ആ 30 നമ്മൾ ഇതാ തൊട്ട് താഴെ, നോർത്തിന്റെ തൊട്ട് താഴെ 30 ആയിട്ട് അങ്ങ് എഴുതി. ഓക്കെ, കിട്ടിയല്ലോ. ഓക്കെ, ഇത്രയും ചെയ്യാലോ, ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ഓക്കെ, ഇനി നോക്കൂ. ദെൻ വാക്ഡ് 20 മീറ്റർ ടുവാർഡ്സ് വെസ്റ്റ്. അതിനുശേഷം ഗൗരവ് എങ്ങോട്ടാണ് നടന്നത്? പടിഞ്ഞാറ് ഭാഗത്തേക്ക്, വെസ്റ്റിലേക്ക് 20 മീറ്റർ നടന്നു അല്ലെ. 20 മീറ്റർ നടന്നു. ഓക്കെ, ഇനി നോക്കൂ. ദെൻ ഹി വാക്ഡ് 30 മീറ്റർ ടുവാർഡ്സ് സൗത്ത് അല്ലെ. ഇതിനുശേഷം എങ്ങോട്ട് നടന്നു? സൗത്തിലേക്ക് 30 മീറ്റർ കൂടി നടന്നു. സൗത്തിലേക്ക് 30 മീറ്റർ കൂടി നടന്നു അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊക്കെ ദിശയിലാണ്, എത്ര ദൂരമാണ് ഗൗരവ് നടന്നത് എന്ന് കൃത്യമായിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇനി ചെയ്യേണ്ടതാണ് നമ്മുടെ ഷോർട്ട് ട്രിക്കിന്റെ മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം. നിങ്ങൾ നോക്കൂ, ഇവിടെ ദിശകളുണ്ടല്ലോ അല്ലെ, ദിശകളുണ്ടല്ലോ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് സമാന ദിശകളാണെങ്കിൽ, സെയിം ഡയറക്ഷൻസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? കൂട്ടണം. എന്താ പറഞ്ഞത്? സെയിം ഡിറക്ഷൻ ആണെങ്കിൽ, സമാന ദിശകളാണെങ്കിൽ എന്ത് ചെയ്യണം? അത് കൂട്ടണം, അവ തമ്മിൽ കൂട്ടണം. ഓക്കെ, ഇനി നോക്കൂ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ, ഓക്കെ, വിപരീത ദിശകളാണെങ്കിൽ, ഓക്കെ, ഇപ്പൊ നോർത്ത് സൗത്ത് വിപരീത ദിശയാണല്ലോ. അങ്ങനെ വിപരീത ദിശകളാണെങ്കിൽ എന്ത് ചെയ്യണം? അവ തമ്മിൽ കുറയ്ക്കണം. ഓക്കെ, എന്താണ്? വിപരീത ദിശകളാണെങ്കിൽ അത് കുറയ്ക്കണം. ഓക്കെ, ഏതൊക്കെയാണ് സമാന ദിശകൾ? നോർത്തും സമാന ദിശയാണ്, സൗത്തും സമാന ദിശയാണ്, ഈസ്റ്റും സമാന ദിശയാണ്, വെസ്റ്റും സമാന ദിശയാണ് അല്ലെ. ഇനി നോക്കൂ, എന്താണ് ഓപ്പോസിറ്റ്? നോർത്തും സൗത്തും ഓപ്പോസിറ്റ് ആണ് അല്ലെ. നോർത്തും സൗത്തും ഓപ്പോസിറ്റ് ആണ്, ഈസ്റ്റും വെസ്റ്റും ഓപ്പോസിറ്റ് ആണ്. ഈ കാര്യം അറിയാലോ. ഇത് അറിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല, ബാക്കിയൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് പെട്ടെന്ന് ചെയ്തു തീർക്കാം. ഓക്കെ, നോക്കിയേ, എന്താണ് ഇവിടെ സമാന ദിശകൾ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലെ. എല്ലാം നോർത്ത് ഒന്നേ ഉള്ളൂ, വെസ്റ്റ് ഒന്നേ ഉള്ളൂ, സൗത്തും ഒന്നേ ഉള്ളൂ അല്ലെ. അതായത് സെയിം ഡിറക്ഷൻസ് വരുന്ന ഓരോന്ന് മാത്രമേ ഉള്ളൂ അല്ലെ, ഓരോന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, വേറെ പേഴ്സ് ആയിട്ടൊന്നും ഇല്ല. ഓക്കെ, ഇനി നോക്കിയേ, ഓപ്പോസിറ്റ് ഡിറക്ഷൻസ് വരുന്ന നോക്കിയേ. നോർത്ത് 30 ഇവിടെ ഉണ്ട്, സൗത്ത് 30 ഉണ്ട് അല്ലെ. നോർത്തും സൗത്തും എന്താണ്? വിപരീത ദിശയാണ് അല്ലെ, ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആണ് അല്ലെ. അപ്പോൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. എന്താണ്? ഓപ്പോസിറ്റ് ഡിറക്ഷൻ വരുമ്പോൾ കുറയ്ക്കണം. എന്ത് കുറയ്ക്കണം? ഈ വാല്യൂസ് തമ്മിൽ കുറയ്ക്കണം. ഓക്കെ, വാല്യൂസ് തമ്മിൽ കുറയ്ക്കണം. നോക്കൂ, നോർത്തും 30 സൗത്തും എത്രയാണ്? 30 30 കൂടി കുറച്ചു 0 കിട്ടി. അതായത് ഇവ തമ്മിൽ ക്യാൻസൽ ആയിപ്പോയി. ഓക്കെ, ഇവ തമ്മിൽ എന്തായി? ക്യാൻസൽ ആയിപ്പോയി. ബാക്കി വരുന്നത് എന്താണ്? വെസ്റ്റ് 20 എന്നാണ്. ഓക്കെ, എന്താ വന്നത്? വെസ്റ്റ് 20. എന്താ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്? ആരംഭ സ്ഥാനത്ത് നിന്നും ഗൗരവ് ഇപ്പോൾ വെസ്റ്റിലേക്ക് 20 മീറ്റർ മാറിയാണ് നിൽക്കുന്നത്. അതിനെ നമുക്ക് പിന്നെ ഡയഗ്രാം വരച്ചപ്പോഴും കിട്ടിയത് അല്ലെ. അതായത് 20 മീറ്റർ മാറി വെസ്റ്റിലേക്കാണ് ഇപ്പോൾ ഗൗരവ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഡയഗ്രാം വരയ്ക്കാതെ നമുക്ക് വളരെ പെട്ടെന്ന് ഈ ഒരു ചോദ്യം ഉത്തരം കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ തുടക്കത്തിലായതുകൊണ്ട് പഠിക്കാൻ വേണ്ടി വിശദമായി പറഞ്ഞേ ഉള്ളൂ. ഇനി നിങ്ങൾ കുറച്ച് പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ച് തീരുമ്പോഴേക്കും തന്നെ കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കൂ, എല്ലാ ദിശകളും തന്നിട്ടുണ്ട് അല്ലെ. നോക്കിയേ, നോർത്ത് ഉണ്ട്, വെസ്റ്റ് ഉണ്ട്, സൗത്ത് ഉണ്ട്. ഓക്കെ, നോർത്തും സൗത്തും തന്നാൽ തന്നെ അപ്പൊ തന്നെ ഓർക്കുക എന്താണ്? വിപരീത ദിശയാണ്. ഓക്കെ, വാല്യൂസ് നമ്മൾ നോക്കുക. എന്താണ്? 30 ഇവിടെ ഉണ്ട്, ഇവിടെയും 30 ഉണ്ട്. ഉറപ്പായിട്ടും ക്യാൻസൽ ആയി പോകും അല്ലെ. അപ്പൊ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ എന്താക്കാം? ഇത് ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, ബാക്കി എന്താണ്? 20 മീറ്റർ ടുവാർഡ്സ് വെസ്റ്റ്. അതാണ് ഉത്തരം. ഓക്കെ, കഴിഞ്ഞില്ലേ? അതാണ് ഉത്തരം. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, ഇനി നോക്കൂ, ഇവിടെ ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത്? വെസ്റ്റ് 20 നമുക്ക് ഉത്തരമായിട്ട് വേഗം സെലക്ട് ചെയ്യാൻ സാധിച്ചത്. ഓക്കെ, ഇനി ഇപ്പൊ ഇങ്ങനെ ചോദിക്കുകയാണ് എന്ത്? പിന്നെ
ഫ്രം ദ എൻഡിങ് പോയിന്റ്, എവിടെയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, എത്ര ദൂരെയാണ് എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? വെസ്റ്റ് 20 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ വെസ്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താണോ അതങ്ങെടുക്കുക, എന്താണ്? ഈസ്റ്റ് ആണ്. ഓക്കെ, ഡിസ്റ്റൻസ് മാറുമല്ലോ, ആ ഡിസ്റ്റൻസ് അതുപോലെ എഴുതുക. ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് ചോദിച്ചത് കൊണ്ട് നമ്മൾ വെസ്റ്റ് 20 മീറ്റർ എന്ന് എഴുതി. എന്നാൽ ഫ്രം ദ എൻഡിങ് പോയിന്റ്, സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്ര ദൂരെയാണ്, ഏത് ദിശയിലാണ് എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? ഇവിടെ എന്താണോ ദിശ വന്നത് അതിന്റെ ഓപ്പോസിറ്റ് നേരെ എടുത്ത് എഴുതുന്നു. എന്ത് കിട്ടി? ഈസ്റ്റ് കിട്ടി. ദൂരം അതുപോലെ എടുത്ത് എഴുതുന്നു. മനസ്സിലായോ? ഓക്കെ ആണോ? ഈ ഒരു ട്രിക്ക് മനസ്സിലായില്ലേ? ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉത്തരങ്ങൾ കണ്ടെത്താൻ സാധിക്കും. സെറ്റ് ആണല്ലോ? ഓക്കെ ഓക്കെ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പൊ പഠിച്ച ആ ഒരു ട്രിക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഓപ്പോസിറ്റ് ഡിറക്ഷൻസ് വന്നാൽ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. എന്തൊക്കെയാണ് ഓപ്പോസിറ്റ് ഡിറക്ഷൻസ്? നോർത്ത് ഉണ്ട്, സൗത്ത് ഉണ്ട് അല്ലെ? നോർത്തും സൗത്തും ഓപ്പോസിറ്റ് ഡിറക്ഷൻസ് ആണ്. ഇനി നോക്കൂ, ഈസ്റ്റും വെസ്റ്റും അതും ഓപ്പോസിറ്റ് ഡിറക്ഷൻസ് ആണ്. ഓക്കെ, എന്തൊക്കെയാണ് സെയിം ഡിറക്ഷൻസ്? സെയിം ഡിറക്ഷൻസ് വന്നാൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം അല്ലെ? എന്തൊക്കെയാണ്? നോർത്ത് നോർത്ത്, സൗത്ത് സൗത്ത്, വെസ്റ്റ് വെസ്റ്റ്, ഈസ്റ്റ് ഈസ്റ്റ്, ഇവയൊക്കെയാണ് എന്ത്? സെയിം ഡിറക്ഷൻസ് ആയിട്ട് വരുന്നത്. സെയിം ഡിറക്ഷൻസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ആഡ് ചെയ്യണം. മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വേഗം ചെയ്യൂ. വേഗം ചെയ്തെന്ന് എല്ലാവരും വേഗം ചെയ്തേ. ഗായത്രി started driving 70 km towards north. Then she drove 20 km towards west. Then she drove 30 km towards south. Then she drove 20 km towards east. Then she drove 30 km towards south. In which direction and how long distance is she now from the starting point? Starting point എന്നുള്ള ദൂരവും ആ ഒരു ദിശയും ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒന്ന് വേഗം ചെയ്തേ, വേഗം ചെയ്യൂ. കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ഗ്രാഫ് വരയ്ക്കണ്ടല്ലോ അല്ലെ? നമുക്ക് ആ ഡയഗ്രാം വരയ്ക്കണ്ടല്ലോ. ഓക്കെ, നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ആ ഷോർട്ട് ട്രിക്ക് കൂടെ ചെയ്തു നോക്കാം. ഓക്കെ, ഗായത്രി സ്റ്റാർട്ടഡ് ഡ്രൈവിംഗ് 70 km ടുവാർഡ്സ് നോർത്ത്. നോർത്തിലേക്ക് 70 കിലോമീറ്റർ ഗായത്രി ഡ്രൈവ് ചെയ്തു ആദ്യം. ഓക്കെ, ദെൻ ഷീ ഡ്രോവ് എത്ര? 20 കിലോമീറ്റർ ടുവാർഡ്സ് വെസ്റ്റ്. വെസ്റ്റിലേക്ക് 20 കിലോമീറ്റർ കൂടി ഡ്രൈവ് ചെയ്തു. അതിനുശേഷമോ ഷീ ഡ്രോവ് 30 കിലോമീറ്റർ ടുവാർഡ്സ് സൗത്ത്. സൗത്തിലേക്ക് 30 കിലോമീറ്റർ പിന്നെ പോയി. പിന്നെയോ 20 കിലോമീറ്റർ ടുവാർഡ്സ് ഈസ്റ്റ്. ഈസ്റ്റിലേക്ക് 20 കിലോമീറ്റർ കൂടി പോയി. അതിനുശേഷം എങ്ങോട്ട് പോയി? 30 കിലോമീറ്റർ സൗത്തിലേക്കും കൂടി പോയി. സൗത്തിലേക്ക് 30 കിലോമീറ്ററും കൂടി പോയി. ഇൻ വിച്ച് ഡിറക്ഷൻ ആൻഡ് ഹൗ ലോങ് ഡിസ്റ്റൻസ് ഈസ് ഷീ നൗ ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഇപ്പോൾ ഗായത്രി എത്ര ദൂരം മാറിയാണ്, ഏത് ദിശയിലാണ് ഉള്ളത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ? ഓക്കെ, നമ്മൾ എന്താ പറഞ്ഞത്? സമാന ദിശകൾ കൂട്ടണം അല്ലെ? എന്തൊക്കെയാണ്? സെയിം ഡിറക്ഷൻസ് വരുമ്പോൾ കൂട്ടണം. ഇവിടെ ഏതൊക്കെയാ സെയിം ഡിറക്ഷൻസ് ഉള്ളത്? നോർത്ത് വേറെ ഉണ്ടോ? ഇല്ല. വെസ്റ്റ് വേറെ ഉണ്ടോ? ഇല്ല. സൗത്ത് വേറെ ഉണ്ടോ? ഉണ്ട് അല്ലെ? സൗത്ത് വേറെയുണ്ട്. ഏതാണ്? ഇവിടെ ഒരു സൗത്ത് 30 ഉണ്ട്, ഇവിടെ ഒരു സൗത്ത് 30 ഉണ്ട് അല്ലെ? രണ്ടും കൂടി കൂട്ടുന്നു. ഓക്കെ, സെയിം ഡിറക്ഷൻസ് വരുമ്പോൾ എന്ത് ചെയ്യണം? കൂട്ടണം അല്ലെ? കൂട്ടണം. സൗത്ത് 30 കൂടി കൂട്ടി സൗത്ത് 60 എന്ന് കിട്ടി. ഓക്കെ, സൗത്ത് എത്ര കിട്ടി? 60 എന്ന് കിട്ടി. സൗത്ത് 60. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് കളയാലോ, ഇവിടുത്തെ ഒഴിവാക്കാലോ. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഒഴിവാക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇനി ബാക്കിയുള്ളത് അല്ലെ? ഇനി എന്താ നമ്മൾ പറഞ്ഞത്? എതിർദിശകൾ വരുമ്പോൾ, ഓപ്പോസിറ്റ് ഡിറക്ഷൻസ് വരുമ്പോൾ എന്ത് ചെയ്യണം? അവ തമ്മിൽ കുറയ്ക്കണം അല്ലെ? അവ തമ്മിൽ കുറയ്ക്കണം. ഇവിടെ നോക്കൂ, നോർത്തും സൗത്തും ഓപ്പോസിറ്റ് ആണ്. പിന്നെ വെസ്റ്റും ഈസ്റ്റും എന്താണ്? ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, വെസ്റ്റും ഈസ്റ്റും നോക്കിയേ സെയിം വാല്യൂ ആണ് അല്ലെ? 20 ഇവിടെ ഉണ്ട്, ഇവിടെയും 20 ഉണ്ട്. അതുകൊണ്ട് അവ തമ്മിൽ ക്യാൻസൽ ആയി പോകുന്നു. അവ തമ്മിൽ കുറയ്ക്കുമ്പോൾ 0 ആണ്, അതായത് അവ ക്യാൻസൽ ആയി പോകുന്നു. ഓക്കെ, 20 കുറച്ച് 0 കിട്ടി, അതുകൊണ്ട് ക്യാൻസൽ ആയി പോകുന്നു. ഓക്കെ, ഇനി നോക്കൂ, നോർത്തും സൗത്തും ഉണ്ട് അല്ലെ? നോർത്തും സൗത്തും ഉണ്ട് അല്ലെ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഇവിടെ 70 ഉണ്ട്, ഇവിടെ 60 ഉണ്ട്. സെയിം ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. എന്ത് ചെയ്യണം? കുറയ്ക്കണം അല്ലെ? 70 60 കുറച്ചോ 10 എഴുതി. ഓക്കെ, 10 എഴുതി. 10 കിട്ടിയല്ലോ. ഓക്കെ, ഇനി നമ്മൾ സൗത്ത് എഴുതുമോ നോർത്ത് എഴുതുമോ? അതാണ് സംശയം അല്ലെ? എന്താണ്? സൗത്ത് എഴുതുമോ നോർത്ത് എഴുതുമോ എന്നാണ് സംശയം. നിങ്ങൾ നോക്കിയേ, ഇവിടെ നോക്കൂ, കുറച്ച് കഴിയുമ്പോൾ
ഏത് എഴുതണമെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആരുടെ വാല്യൂ ആയിരുന്നോ ആദ്യം കൂടുതൽ? ഇവിടെ 70 ഇവിടെ 60 ഏതാ കൂടുതൽ? 70 അല്ലേ? ഓക്കെ, 70ന്റെ കൂടെയുള്ള ആ ഒരു ഡയറക്ഷൻ ഇല്ലേ, അതായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ആ ഒരു ഡയറക്ഷൻ ആയിരിക്കണം നമ്മൾ എഴുതേണ്ടത്. അതായത് നോർത്തിലേക്ക് 10 മീറ്റർ എന്നാണ് നമ്മുടെ ഉത്തരം. നോർത്തിലേക്ക് 10 മീറ്റർ, ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഡയഗ്രാം വരച്ച് നോക്കിക്കൊള്ളുക. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് കിട്ടും? നോർത്തിലേക്ക് 10 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയഗ്രാം ഒന്ന് വരച്ച് നോക്കിക്കോളൂ. ഓക്കെ, നോർത്തിലേക്ക് 10 മീറ്റർ എന്ന് തന്നെ കിട്ടും. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓക്കെ, ഇനി നോക്കൂ, ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമുക്ക് നോർത്തിലേക്ക് 10 മീറ്റർ എന്ന് എഴുതാൻ സാധിച്ചത് അല്ലെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്രം ദ എൻഡിങ് പോയിന്റ്, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏത് ദിശയിലാണ്, എത്ര ദൂരത്തിലാണെന്ന് ചോദിച്ചത് കണ്ടുപിടിക്കും. നോർത്തിന്റെ നേരെ ഓപ്പോസിറ്റ് എഴുതും. എന്താണ്? സൗത്ത്. സൗത്തിലേക്ക് 10 മീറ്റർ ദൂരെയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് നമ്മൾ കണ്ടെത്തും. എൻഡിങ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റ് സൗത്തിലേക്ക് 10 മീറ്റർ ദൂരെയാണെന്ന് കൂടി നമ്മൾ കണ്ടുപിടിക്കും അല്ലെ. അങ്ങനെയാണ് ചോദിച്ചതെങ്കിൽ. പക്ഷെ അങ്ങനെയല്ല ഇവിടെ ചോദിച്ചത്. എന്താണ്? സ്റ്റാർട്ടിംഗ് പോയിന്റ് നിന്ന് എൻഡിങ് പോയിന്റ് എത്ര ദൂരെയാണ് ചോദിച്ചത്. അത് എത്രയാണ്? നോർത്തിലേക്ക് 10 മീറ്റർ മാറിയാണ് എന്നാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, ഓപ്ഷൻ എ കിട്ടിയില്ലേ? കിട്ടുന്നില്ല? എല്ലാവർക്കും കിട്ടുന്നില്ലേ? ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ ഈ ഒരു കാര്യം കൂടി മനസ്സിലായല്ലോ. ഓക്കെ, ഈ ഒരു ട്രിക്ക് മനസ്സിലായല്ലോ. ഓക്കെ, എന്താണ്? സമാന ദിശകൾ കൂട്ടണം, എതിർ ദിശകൾ കുറയ്ക്കണം. ഓക്കെ, അതുപ്രകാരമായിരിക്കണം നമ്മുടെ ഇങ്ങനത്തെയുള്ള ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പത്തിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചാൽ തീർക്കാം. ഓക്കെ, എളുപ്പമാണ്. നമുക്ക് നോക്കിയേ, 20 കിലോമീറ്റർ ടുവാർഡ്സ് വെസ്റ്റ്. വെസ്റ്റും ഈസ്റ്റും ഓപ്പോസിറ്റ് ആണ് അറിയാലോ. അപ്പൊ ഈ 20 പോയി, ഈ 20 പോയി, ബാക്കി എന്താണുള്ളത്? ഇവിടെ ഒരു 70 ഉണ്ട് അല്ലെ. പിന്നെ എന്താണ്? ഇവിടെ സൗത്ത്, ഇവിടെ ഒരു സൗത്ത് ഉണ്ട്, ഇവിടെ 2 സൗത്ത് ഉണ്ട്. 2 സൗത്തും കൂടി 60 നമുക്ക് മനസ്സിൽ കണക്കൂട്ടി കിട്ടുമല്ലോ. 60 70 കുറച്ച് എത്ര കിട്ടി? 10 കിട്ടി. ഏതാണ്? നോർത്തിലേക്ക് 10 മീറ്റർ എന്ന് വളരെ പെട്ടെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ഇതൊന്നും എഴുതി നോക്കാതെ, ഡയഗ്രാം വരയ്ക്കാതെ, ചോദ്യം വായിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം. കിട്ടിയല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് വേഗം ചെയ്തേ. ഈ ഒരു ക്വസ്റ്റ്യൻ വേഗം ചെയ്യൂ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വേഗം ചെയ്തേ. കിട്ടുന്നുണ്ടോ നോക്കിയേ. കിട്ടുന്നുണ്ടോ? വേഗം ചെയ്ത് നോക്കൂ. ഓക്കെ, നമുക്കിത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഡയഗ്രാം വരച്ച് നോക്കാം. ഓക്കെ, ഇത് ചെറുതായിട്ടൊന്ന് കൺഫ്യൂസിങ് ആക്കും നിങ്ങളെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്കൊന്ന് ഡയഗ്രാം വരച്ച് നോക്കാം. ഓക്കെ, നോക്കൂ, എന്താണ്? സുഹൈല ലെഫ്റ്റ് ഹോം. സുഹൈലയുടെ വീട് ഇവിടെയാണ്. സുഹൈല ലെഫ്റ്റ് ഹോം ആൻഡ് വാക്ഡ് 35 മീറ്റർ ടു ഈസ്റ്റ്. ഈസ്റ്റിലേക്ക് 35 മീറ്റർ നടന്നു. 35 മീറ്റർ നടന്നു. ഓക്കെ, 35 മീറ്റർ നടന്നു ഈസ്റ്റിലേക്ക്. ദെൻ 80 മീറ്റർ ടു സൗത്ത്. 80 മീറ്റർ ടു സൗത്ത്. ഓക്കെ, 80 മീറ്റർ സൗത്തിലേക്ക് നടന്നു. ദെൻ 72 മീറ്റർ ടു ദ വെസ്റ്റ്. 72 മീറ്റർ എങ്ങോട്ട് നടന്നു? വെസ്റ്റിലേക്ക് നടന്നു. 72 മീറ്റർ വെസ്റ്റിലേക്ക് നടന്നു. ദെൻ 64 മീറ്റർ ടു നോർത്ത്. 64 മീറ്റർ എങ്ങോട്ട് നടന്നു? നോർത്തിലേക്ക് നടന്നു. ദെൻ 25 മീറ്റർ ടു ഈസ്റ്റ്. 25 മീറ്റർ ടു ഈസ്റ്റ്. 25 ഈസ്റ്റിലേക്കും കൂടി നടന്നു. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. ഓക്കെ, ഇനി എന്താ ചോദ്യം? ഇൻ വിച്ച് ഡിറക്ഷൻ ആൻഡ് ഹൗ ലോങ് ഡിസ്റ്റൻസ് ഈസ് ഷീ ഫ്രം ദ എൻഡിങ് പോയിന്റ് എന്നാണ് ചോദ്യം. അതെ അല്ലെ. ഓക്കെ, അതായത് ഈ ഒരു പോയിന്റ് നമ്മുടെ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, എൻഡിങ് പോയിന്റിൽ നിന്ന് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏത് ദിശയിലാണെന്നും കൂടി നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും അല്ലെ? ഈ ദൂരങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അറിയണ്ടേ? ഡയഗ്രാം പ്രകാരം എന്തറിയണം? ഈ ഒരു ദൂരങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അറിയണം അല്ലെ. നോക്കൂ, ഇത്രയും 25 മീറ്റർ ആണ് അല്ലെ. ഇവിടെ തുടങ്ങി ഇത്രയും 25 ആണ്. ഇവിടെ നോക്കൂ, ഇത്രയും 35 ആണ് അല്ലെ. ഇവിടുത്തെ അതേ ദൂരം തന്നെ ആയിരിക്കുമല്ലോ ഇവിടെ 35. ഇവിടെ 35, 25 എത്ര കിട്ടി? 60 കിട്ടി. ബാക്കി വരുന്ന 12 മീറ്റർ ആയിരിക്കും ഈ ഒരു ദൂരം അല്ലെ. എത്രയാണ്? 12 മീറ്റർ ആയിരിക്കും ഈ ഒരു ദൂരം. ഓക്കെ, ഇവിടെ നോക്കൂ, ഇത്രയും 64 ആണ് അല്ലെ. ബാക്കി എത്രയുണ്ട്? 16 മീറ്റർ ഉണ്ട്. 16 മീറ്റർ ആയിരിക്കും ഇവിടുത്തെ ദൂരം. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മൾ
കണ്ടുപിടിക്കേണ്ടത്. അല്ലെ, ഇവിടെ നിങ്ങൾ നോക്കിയേ, ഒരു മട്ട ത്രികോണമാണ് നമുക്ക് കിട്ടുന്നത്. അല്ലെ, ഒരു റൈറ്റ് ആംഗിൾ ആണ് ഇവിടെ കിട്ടുന്നത്. അല്ലെ, റൈറ്റ് ആംഗിൾ ആണ് കിട്ടുന്നത്. അല്ലെ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് ഒരു റൈറ്റ് ആംഗിളിന്റെ കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എങ്ങനെ കണ്ടുപിടിക്കും? പൈതഗോറസ് തിയറം പ്രകാരം കണ്ടുപിടിക്കും. അതായത് പാദം സ്ക്വയർ പ്ലസ്, ഇവിടെ ഏതാ പാദം? 12 ആണ്. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഈ കർണത്തിന്റെ സ്ക്വയർ ആയിരിക്കും, ഈ ഒരു ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഹൈപ്പോട്ടന്യൂസ് എന്തായിരിക്കും? എന്താണ്? റൂട്ട് ഓഫ് 12 സ്ക്വയർ പ്ലസ് 16 സ്ക്വയർ ആണ്. അല്ലെ, എത്രയാണ്? റൂട്ട് ഓഫ് 12 സ്ക്വയർ 144, അല്ലെ, 144. 16 സ്ക്വയർ എത്രയാണ്? 256 ആണ്. അല്ലെ, എത്ര കിട്ടും? അപ്പം റൂട്ട് ഓഫ് 400 കിട്ടും എന്ന് പറഞ്ഞാല് 20 ആണ്. ഓക്കെ, 20 മീറ്റർ എന്ന് നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് കിട്ടും. അല്ലെ, നോക്കൂ, എൻഡിങ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏത് ദിശയിലാണ്? നോർത്ത് ഈസ്റ്റ്. അല്ലെ, നോർത്ത് ഈസ്റ്റ് ആണ്. അതായത് നോർത്ത് ഈസ്റ്റിൽ 20 മീറ്റർ മാറിയിട്ടാണ് എന്തുള്ളത്? എൻഡിങ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉള്ളത്. നോർത്ത് ഈസ്റ്റില് എങ്ങനെ? 20 മീറ്റർ മാറി. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം. അല്ലെ, ഓപ്ഷൻ ബി കിട്ടി. എത്ര? 20 മീറ്റർ നോർത്ത് ഈസ്റ്റിലേക്കാണ്. ഓക്കെ, പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്ന അറിയാലോ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കൂ, ഇത് നമ്മൾ ഇത് ഡയഗ്രാം ഒക്കെ വരച്ചുകൊണ്ട്, അല്ലെ, ഒരുപാട് നേരം, കുറച്ച് അധികം നേരം എടുത്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും ചെയ്തു തീർത്തത്. അല്ലെ, എന്നാൽ എക്സാമിന് നമുക്ക് ഇത്രയും നേരം ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇത്രയും നേരം ഉണ്ടോ? ഇല്ല. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തു തീർക്കേണ്ടതുണ്ട്. അല്ലെ, അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഷോർട്ട് ട്രിക്ക് പ്രയോഗിക്കുന്നു. നമ്മൾ ഇത്രയും നേരം പഠിച്ച ആ ഒരു ഷോർട്ട് ട്രിക്ക് പ്രയോഗിക്കുന്നു. ഓക്കെ, അപ്പൊ ഇടയ്ക്ക് എവിടെയോ നമ്മളൊന്ന് സ്റ്റക്കായി പോകും. അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു മട്ടത്രികോണമൊക്കെ വരുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നൊരു കൺഫ്യൂഷൻ ഒക്കെ വരും. അതാണ് നമ്മൾ ഇനി കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ എന്നാൽ ആ ഒരു മട്ടത്രികോണം എങ്ങനെയാണ് ഇത് വരുന്നത്, ഈ ഒരു ഡയഗ്രാം പ്രകാരം എങ്ങനെ വരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഡയഗ്രാം വരച്ചത്. ഓക്കെ, നോക്കി എന്താ പറഞ്ഞത്? സുഹൈല ലെഫ്റ്റ് ഹോം ആൻഡ് വാക്ഡ് 35 മീറ്റർ ടു ഈസ്റ്റിലേക്ക് 35 മീറ്റർ നടന്നു. ഓക്കെ, ദെൻ 80 മീറ്റർ ടു സൗത്തിലേക്ക് 80 മീറ്റർ കൂടി നടന്നു. പിന്നെയോ 72 മീറ്റർ ടു ദ വെസ്റ്റിലേക്ക് 72 മീറ്റർ കൂടി നടന്നു. പിന്നെയോ നോർത്തിലേക്ക് 64 മീറ്റർ കൂടി നടന്നു. പിന്നെയോ ഈസ്റ്റിലേക്ക് 25 മീറ്റർ കൂടി നടന്നു. ഓക്കെ, ഇൻ വിച്ച് ഡയറക്ഷൻ ആൻഡ് ഹൗ ലോങ് ഡിസ്റ്റൻസ് ഈസ് ഷീ ഫ്രം ദ എൻഡിങ് പോയിന്റ് എന്നാണ് ചോദ്യം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? സമാന ദിശകൾ കൂട്ടും, എതിർ ദിശകൾ കുറയ്ക്കും. നിങ്ങൾ നോക്കിയേ, 2 ഈസ്റ്റ് ഉണ്ട്. അല്ലെ, 2 ഈസ്റ്റ് 35 ഉണ്ട്, ഈസ്റ്റ് 25 ഉണ്ട്. 35 25 കൂടി കൂട്ടിയിട്ട് നമുക്ക് 60 കിട്ടി. എത്ര കിട്ടി? ഈസ്റ്റ് 60 എന്ന് കിട്ടും. ഈസ്റ്റ് 60 എന്ന് കിട്ടുന്നു. ഓക്കെ, ഈസ്റ്റ് 60 എന്ന് കിട്ടിയപ്പോ ഈ ഒരു ഈസ്റ്റ് നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, ഇനി നോക്കിയേ, എന്താണ്? ഇനിയൊക്കെ എതിർദിശകളൊക്കെയാണുള്ളത്. അല്ലെ, അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ അവ തമ്മിൽ കുറയ്ക്കും. അല്ലെ, അവ തമ്മിൽ കുറയ്ക്കും. ഈസ്റ്റും വെസ്റ്റും നോക്കൂ, എത്ര കിട്ടും? 60ഉം 72ഉം. 72ന്ന് 60 കുറച്ചു, എത്ര കിട്ടി? 12 കിട്ടി. അല്ലെ, 12 കിട്ടി. ഓക്കെ, ഏത് ദിശ എഴുതും? വെസ്റ്റ് എഴുതണം. അല്ലെ, 72 ആണ് കൂടുതൽ, അതുകൊണ്ട് നമ്മൾ വെസ്റ്റ് എന്ന് എഴുതുന്നു. ഓക്കെ, വെസ്റ്റ് എന്ന് എഴുതുന്നു. അപ്പൊ ഈസ്റ്റും കഴിഞ്ഞു, വെസ്റ്റും കഴിഞ്ഞു. ഇനി നോക്കിയേ, സൗത്ത് 80 ഉണ്ട്, നോർത്ത് 64 ഉണ്ട്. അല്ലെ, സൗത്ത് 80 ഉണ്ട്, നോർത്ത് 64 ഉണ്ട്. അല്ലെ, നോക്കിയേ, 80ഉം 64ഉം തമ്മിൽ കുറയ്ക്കണം. എത്ര കിട്ടും? 16 കിട്ടും. അല്ലെ, എത്ര കിട്ടും? 16 കിട്ടും. ഇനി ഏത് ദിശ എഴുതണം? സൗത്ത് എഴുതണം. ഇവിടെ സൗത്ത് അല്ലേ കൂടുതൽ? അല്ലെ, 80 വന്നത് സൗത്തിനാണ്. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? സൗത്ത് 16, വെസ്റ്റ് 12 എന്ന് കിട്ടി. ഓക്കെ, എന്ത് കിട്ടി? സൗത്ത് 16, വെസ്റ്റ് 12 എന്ന് കിട്ടി. അല്ലെ, ഇങ്ങനെ കിട്ടിയില്ലേ? ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ നോക്കിയേ, സൗത്തും വെസ്റ്റും എതിർദിശയാണോ? അല്ല. സമാന ദിശയാണോ? അതുമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള കേസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 വാല്യൂസും കൂടിയിട്ട് അവയുടെ സ്ക്വയേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുന്നു. അങ്ങനെ കിട്ടുന്നത് എത്രയാണോ അതായിരിക്കും അവിടുത്തെ ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 20 എന്ന് കിട്ടും. അല്ലെ, 20 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇതൊക്കെ ചെയ്ത് നോക്കാണ്ട് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാം. ട്രയാങ്കിൾ ട്രിപ്ലെറ്റ്സ് ഉണ്ട്. അല്ലെ, ഇപ്പൊ നോക്കൂ, 3 4. അല്ലെ, ഇത് ഒരു മട്ടത്രികോണത്തിന്റെ 3 വശങ്ങൾ എന്ന് പറയുന്നത് ഒന്നുകിൽ 3 4 5 ആയിരിക്കും. അല്ലെ, ഇപ്പൊ 3 വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ നോക്കിയേ, 3ന്റെ സ്ക്വയർ എത്ര എടുത്തു? 9 കിട്ടി. 4ന്റെ സ്ക്വയർ എടുത്തു നോക്കൂ, 16 കിട്ടി. 16ഉം 9ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 25 കിട്ടും. 25 എന്താണ്? 5ന്റെ സ്ക്വയർ ആണ്. ഇതൊരു ട്രയാങ്കിൾ ട്രിപ്ലെറ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തുണ്ട് 12
13 5. ഓക്കെ, 12ന്റെ സ്ക്വയറും 5ന്റെ സ്ക്വയറും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 13ന്റെ സ്ക്വയർ കിട്ടും. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു മട്ട ത്രികോണത്തിന്റെ വശങ്ങളാകാൻ ചാൻസ് ഉള്ള ഇത്തരത്തിലുള്ള അളവുകളെയാണ് നമ്മൾ ട്രയാങ്കിൾ ട്രിപ്ലെറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കൂ, ഇവിടെ 12 ഉണ്ട്, 16 ഉണ്ട്. നിങ്ങൾ നോക്കിയേ, 3 4 5 അല്ലെ. 3നോട് നമ്മൾ 4 ഗുണിക്കുമ്പോൾ 12 കിട്ടും, 4നോട് 4 ഗുണിക്കുമ്പോൾ 16 കിട്ടും, 5നോട് 4 ഗുണിക്കുമ്പോൾ 20 കിട്ടും. അതായത് ഒരു മട്ട ത്രികോണത്തിന്റെ വശങ്ങൾ 12 16 എന്നിങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ വശം, അതായത് വലിയ വശമായ കർണ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 20 ആയിരിക്കും. ഓക്കെ, ഇത് അറിയുന്ന ഒരാൾക്ക് ഇത് ചെയ്തു നോക്കേണ്ട യാതൊരു ആവശ്യമില്ല, നേരിട്ട് നമുക്ക് 20 എന്ന് എടുത്ത് എഴുതാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? 20 എങ്ങനെ വേഗം നമുക്ക് കണ്ടെത്താം എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. ഓക്കെ, നമുക്ക് ഡിസ്റ്റൻസ് കിട്ടി, എത്ര? 20 എന്ന് കിട്ടി. 20 എന്ന് കിട്ടിയില്ലേ? ഓക്കെ, 20ന്റെ കൂടെ അപ്പൊ എന്തുണ്ട്? സൗത്തും ഉണ്ട് വെസ്റ്റും ഉണ്ട് അല്ലെ. സൗത്തും ഉണ്ട് വെസ്റ്റും ഉണ്ട്, എന്നിട്ടാണ് 20 എന്ന് കിട്ടിയത്. ഓക്കെ, പക്ഷെ നമുക്ക് ഇവിടെ നോക്കൂ, സൗത്ത് വെസ്റ്റ് 20 എന്ന് കിട്ടി. പക്ഷെ നമുക്ക് ഡയഗ്രാം പ്രകാരം കിട്ടിയ എന്താണ്? 20 മീറ്റർ നോർത്ത് ഈസ്റ്റ് എന്നാണ് അല്ലെ. അപ്പൊ എന്താ ഇനി ബാക്കിയുള്ളത്? നിങ്ങൾ നോക്കിയേ, എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞത്? എൻഡിങ് പോയിന്റിൽ നിന്നുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കുള്ള ദൂരവും ദിശയുമാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അല്ലെ. ഈ സൗത്ത് വെസ്റ്റ് എന്താണ്? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും എൻഡിങ് പോയിന്റിലേക്കുള്ള ദിശയാണ്. അപ്പോൾ നമ്മൾ വേഗം അതിന്റെ ഓപ്പോസിറ്റ് എടുക്കും. സൗത്തിന്റെ ഓപ്പോസിറ്റ് നോർത്ത്, വെസ്റ്റിന്റെ ഓപ്പോസിറ്റ് ഈസ്റ്റ്. അങ്ങനെ നമുക്ക് കിട്ടും നോർത്ത് ഈസ്റ്റിലേക്ക് 20 മീറ്റർ എന്ന് കിട്ടും. മനസ്സിലായോ? നോർത്ത് ഈസ്റ്റിലേക്ക് 20 മീറ്റർ എന്ന് കിട്ടും. അതായത് ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. മനസ്സിലായോ? കാര്യം മനസ്സിലായോ? ഓക്കെ, അപ്പൊ എന്താണ്? സമാന ദിശയും എതിർദിശയും അല്ലാത്ത രണ്ട് ദിശകളിൽ വന്നാണ് നമ്മുടെ ഈ ഒരു ക്യാൻസലേഷൻ, ഈ ഒരു വെട്ടിക്കളയുന്ന പരിപാടി നിൽക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവയുടെ ആ ഒരു വാല്യൂസ് എടുത്തിട്ട് അതിന്റെ സ്ക്വയർ എടുത്തിട്ട് കൂട്ടിയിട്ട് അതിന്റെ റൂട്ട് കണ്ടാൽ ആ ഒരു ദൂരമായിരിക്കും അവ തമ്മിൽ ഉണ്ടാവുക. സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും തമ്മിൽ ഉണ്ടാവുക. ഓക്കെ, ദിശ നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നു, സൗത്തും വെസ്റ്റും അല്ലെ. ഇവിടുന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റ് നിന്നാണ് കണ്ടെത്തുന്നതെങ്കിൽ സൗത്ത് വെസ്റ്റ് എന്ന് എടുക്കാം. ഇനി എൻഡിങ് പോയിന്റ് ആണെങ്കിൽ നമ്മൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കുന്നു. അങ്ങനെയാണ് ഇവിടെ എടുത്തത് നോർത്ത് ഈസ്റ്റ് എന്നെടുത്തത്. മനസ്സിലായല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വേഗം ചെയ്യൂ. സെയിം മോഡലാണ്, നമുക്കൊന്ന് വേഗം ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. ശ്യാം വാക്ഡ് 50 meter towards north അല്ലെ, then walked 40 meter towards west, then walked 90 meter towards south. In which direction and how long distance is he from the starting point എന്നാണ് ചോദിച്ചത്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നേരത്തെ പറഞ്ഞ പോലെ അത്രയും വലിയ ഡാറ്റയൊന്നുമില്ല, വളരെ കുറഞ്ഞ ഡാറ്റയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും. ഒന്ന് വേഗം ചെയ്ത് നോക്കൂ എല്ലാവരും. കിട്ടുന്നുണ്ടോ? ഓക്കെ, കിട്ടിയോ? നോക്കാം. എന്താണ്? ശ്യാം വാക്ഡ് 50 meter towards north അല്ലെ. നോർത്തിലേക്ക് 50 മീറ്റർ നടന്നു ശ്യാം. ഓക്കെ, ശ്യാം 50 മീറ്റർ നോർത്തിലേക്ക് നടന്നു. ദെൻ വാക്ഡ് 40 meter towards west, വെസ്റ്റിലേക്ക് 40 മീറ്റർ കൂടി നടന്നു. ദെൻ വാക്ഡ് 90 meter towards south, സൗത്തിലേക്ക് 90 മീറ്റർ കൂടി നടന്നു. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. ഇൻ വിച്ച് ഡയറക്ഷൻ ആൻഡ് ഹൗ ലോങ് ഡിസ്റ്റൻസ് ഈസ് ഹി ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നാണ് ചോദിച്ചത് അല്ലെ. ഇവിടെ നോക്കൂ, സമാന ദിശകളുടെ വരുന്ന പേഴ്സ് ഉണ്ടോ? ഇല്ല അല്ലെ. നോർത്ത് ഒന്നേ ഉള്ളൂ, വെസ്റ്റ് ഒന്നേ ഉള്ളൂ, സൗത്ത് ഒന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നോക്കൂ, എതിർദിശകളുണ്ടോ? ഉണ്ട്. നോർത്തും സൗത്തും എതിർദിശകളാണ് അല്ലെ. അപ്പോൾ അവ തമ്മിൽ നമ്മൾ കുറയ്ക്കുന്നു അല്ലെ. 90 50 കുറച്ചു 40 കിട്ടി. ഏത് ദിശ എഴുതും? സൗത്ത് എഴുതും. കാരണം സൗത്ത് ആണ് ഇവിടെ വലിയ വാല്യൂ കാണിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, ബാക്കി വന്ന ഒന്നെന്താണ്? വെസ്റ്റ് 40 അല്ലെ. അതായത് നോക്കൂ, എതിർദിശയുമല്ല സമാന ദിശയുമല്ലാത്ത സൗത്തും വെസ്റ്റുമാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ വാല്യൂസിന്റെ സ്ക്വയർ എടുത്ത് കൂട്ടിയിട്ട് അതിന്റെ റൂട്ട് എടുക്കണം. അതായത് 40യും 40യും വരുമ്പോൾ എന്ത് വരും? 40 സ്ക്വയർ ഇൻറ്റു 2 എന്ന് വരും. അതായത് 40 √2. ഒന്നുമില്ല, നിങ്ങൾ നോക്കിയേ, ഒരു മട്ട ത്രികോണം എടുത്തിട്ട് അതിന്റെ പാദം 40ഉം ലംബം 40ഉം വന്ന കർണ എത്രയാണെന്നാണ് ഇവിടെ ചോദ്യം. അതായത് 40 √2 ആയിരിക്കും, ഒരു സംശയമില്ല അത്. ഓക്കെ, അതായത് ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 40 √2 ആയിരിക്കും. ഇനി ഏത് ദിശയിലായിരിക്കും? 40 √2 ഏത് ദിശയിലായിരിക്കും? ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആ പറഞ്ഞത്. അപ്പൊ നമ്മൾ നേരെ അതുപോലെ എടുത്ത് എഴുതിയാൽ മതി. എത്രയാണ്? സൗത്ത് വെസ്റ്റ് ആയിരിക്കും. അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം. മനസ്സിലായോ? ഓക്കെ ആണോ? ഇങ്ങനത്തെ
എതിർദിശയും സമാന ദിശയും അല്ലാത്തതിൽ വന്ന് എത്തുകയാണെങ്കിൽ, ഈ വെട്ടൽ അവിടെ എത്തുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് മനസ്സിലായില്ലേ? എന്ത് ചെയ്യണം? അവയുടെ വാല്യൂസിന്റെ സ്ക്വയർ എടുത്ത് കൂട്ടിയിട്ട് അതിന്റെ റൂട്ട് എടുത്താൽ മതി. ഓക്കെ, അതായത് ഒരു മട്ടത്രികോണത്തിന്റെ പാദവും ലംബവുമായിട്ട് ആ വാല്യൂസ് വരികയാണെങ്കിൽ കർണം എത്രയാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, എത്രയാണ്? 40√2 മീറ്റർ സൗത്ത് വെസ്റ്റിലാണ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഈ ഒരു എൻഡിങ് പോയിന്റ് ഇപ്പോൾ നിൽക്കുന്നത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരിയുത്തരം. കിട്ടിയല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി അടുത്ത ഒരു മോഡൽ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുകയാണ്. നോക്കിയേ, എന്താണ്? ആംഗിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ഡയറക്ഷനുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മോഡലാണ് എന്ത്? ആംഗിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഇതൊക്കെ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ, അപ്പോൾ തന്നെ നമുക്ക് എന്താണ് ഈ ചോദ്യം ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, രമേശ് വാസ് ഫേസിംഗ് നോർത്ത്. രമേശ് വടക്ക് ദിശയിലാണ് നോക്കി നിൽക്കുന്നത്. ഓക്കെ, ഇനി നോക്കൂ. ദെൻ ഹി ടേൺഡ് 90 ഡിഗ്രി ക്ലോക്ക് വൈസ്. അതിനുശേഷം എന്താണ്? നോർത്തിലേക്ക് നോക്കി നിൽക്കുന്ന രമേശ് എന്ത് ചെയ്തു? 90 ഡിഗ്രി ഘടികാര ദിശയിൽ തിരിഞ്ഞു. ഘടികാര ദിശ എന്താണ്? ക്ലോക്കിൽ സൂചികൾ ഏത് ദിശയിലാണോ തിരിയുന്നത് ആ ദിശയാണ് നമ്മൾ ഘടികാര ദിശ എന്ന് പറയുന്നത്. ഓക്കെ, 90 ഡിഗ്രി ക്ലോക്ക് വൈസിൽ തിരിഞ്ഞു. ദെൻ ഹി ടേൺഡ് 270 ഡിഗ്രി ഇൻ ആന്റി ക്ലോക്ക് വൈസ്. Then he turned 90 degree clockwise. In which direction is he facing now? നോക്കിയേ, എന്താണ്? രമേശ് ഇപ്പോൾ നോക്കുന്നത് നോർത്തിലേക്കാണ്. ഓക്കെ, നോർത്തിലേക്കാണ് നോക്കുന്നത്. Then he turned 90 degree clockwise. അതായത് ഈ ഒരു ദിശയിൽ തിരിഞ്ഞ് 90 ഡിഗ്രി ക്ലോക്ക് വൈസ് തിരിയുമ്പം ഇവിടെ എത്തും. ആദ്യത്തെ പൊസിഷൻ ഇവിടെയായിരുന്നു, രണ്ടാമത്തെ പൊസിഷൻ ഇതാ ഇവിടെ എത്തി. ഓക്കെ, ഇനി നോക്കൂ. Then he turned 270 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ്. അല്ലെ, 270 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസിൽ തിരിയുന്നു. അല്ലെ, ഇവിടുന്ന് ഇത്രയും തിരിയുമ്പോൾ എവിടെ എത്തി? 180 ഡിഗ്രി ആയി ആന്റി ക്ലോക്ക് വൈസിൽ. പിന്നെ ഒരു 90 കൂടി തിരിയുന്നു. അപ്പോൾ ഇവിടെയാണ് 370 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ തിരിഞ്ഞ് എത്തുന്നത്. Then he turned 90 ഡിഗ്രി ക്ലോക്ക് വൈസ്. അതിനുശേഷം 90 ഡിഗ്രി ക്ലോക്ക് വൈസിൽ തിരിയുന്നു. അങ്ങനെ വെസ്റ്റിൽ എത്തുന്നു. അല്ലെ, വെസ്റ്റിൽ എത്തുന്നു. ഓക്കെ, വെസ്റ്റിൽ എത്തുന്നു. അവിടെയാണ് ഇപ്പോൾ ആരെത്തുന്നത്? രമേശ് നോക്കി നിൽക്കുന്നത്. അല്ലെ, അപ്പോൾ എന്താണ് ഉത്തരം? നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിന് എങ്ങനെ ചെയ്യാം? നോക്കിയേ, ഇങ്ങനെ കോമ്പസ് ഒക്കെ വരച്ചുകൊണ്ട് ഓരോ പൊസിഷനും എഴുതി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ യാതൊരു ആവശ്യമില്ല. അതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് വേഗം കണ്ടുപിടിക്കാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ക്ലോക്ക് വൈസിൽ തിരിയുന്നതൊക്കെ കൂട്ടുക, ആന്റി ക്ലോക്ക് വൈസിൽ തിരിയുന്നതൊക്കെ എന്താക്കുക? കുറച്ച് എഴുതിയാൽ മതി. ഓക്കെ, ക്ലോക്ക് വൈസിൽ വരുന്ന കൂട്ടുക, ആന്റി ക്ലോക്ക് വൈസിൽ വരുന്നത് എന്താക്കുക? കുറയ്ക്കുക. നമുക്ക് നോക്കാം എങ്ങനെയാണ്. നോക്കിയേ, രമേശ് വാസ് ഫേസിംഗ് നോർത്ത്. അത് നമ്മൾ ആദ്യം നോട്ട് ചെയ്യുക. ആദ്യം നോർത്തിലേക്കാണ് രമേശ് നോക്കുന്നത്. ഓക്കെ, രമേശ് നോർത്തിലേക്കാണ് നോക്കുന്നത്. ഓക്കെ, ദെൻ ഹി ടേൺഡ് 90 ഡിഗ്രി ക്ലോക്ക് വൈസ്. 90 ഡിഗ്രി ക്ലോക്ക് വൈസിൽ ആദ്യം തിരിയുന്നു. ദെൻ ഹി ടേൺഡ് 270 ആന്റി ക്ലോക്ക് വൈസ്. ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നമ്മൾ കുറച്ചെഴുതണം. അല്ലെ, കുറച്ചെഴുതണം. ഓക്കെ, -270 എന്ന് എഴുതി. ഓക്കെ, ദെൻ ഹി ടേൺഡ് 90 ഡിഗ്രി ക്ലോക്ക് വൈസ്. പിന്നെ എങ്ങോട്ട് തിരിഞ്ഞു? 90 ഡിഗ്രി ക്ലോക്ക് വൈസിൽ തിരിയുന്നു. ഇൻ വിച്ച് ഡിറക്ഷൻ ഈസ് ഹി ഫേസിംഗ് നൗ എന്നാണ് ചോദ്യം. അല്ലെ, ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹി ഫേസിംഗ് നൗ. നമുക്ക് 90 180. 180 - 270 എത്ര വരും? -90 എന്ന് വരും. അല്ലെ, -90 എന്ന് വരും. അല്ലെ, ഓക്കെ. അപ്പൊ എന്താണ്? ആദ്യം നോർത്തിലേക്കാണ് നോക്കിയത്. ഓക്കെ, ആദ്യം നോർത്തിലേക്കാണ് നോക്കിയത്. അവിടെ നിന്ന് 90 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസിൽ തിരിയുമ്പോൾ എവിടെയെത്തും? വെസ്റ്റിലെത്തും. ഓക്കെ, വെസ്റ്റിലെത്തും. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരം. മനസ്സിലായോ? എങ്ങനെ കണ്ടുപിടിക്കുന്നത് മനസ്സിലായോ? ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ കോമ്പസ് വരച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം, പക്ഷെ അത് ഒരുപാട് നേരം എടുക്കും. എന്നാൽ അത്രയൊന്നും ചെയ്യാതെ കൃത്യമായിട്ട് ഈ വാല്യൂസ് കൂട്ടി പോയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. അല്ലെ, നോക്കൂ, ക്ലോക്ക് വൈസിൽ വരുന്നൊക്കെ കൂട്ടുന്നു, ആന്റി ക്ലോക്ക് വൈസിൽ വരുന്നതൊക്കെ കുറയ്ക്കുന്നു. അല്ലെ, 90 കിട്ടി. അല്ലെ, ഇവിടെ ക്ലോക്ക് വൈസിൽ 90 ആണ്. പിന്നെ നോക്കൂ, അടുത്ത ഒരു ക്ലോക്ക് വൈസിൽ ഇവിടെ 90 ഉണ്ട്. ആ രണ്ട് 90 കൂടി കൂട്ടി അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ആന്റി ക്ലോക്ക് വൈസിൽ തിരിഞ്ഞ 270 കുറയ്ക്കുന്നു. -90 ഡിഗ്രി കിട്ടി. അല്ലെ, അതായത് ആദ്യം എവിടെയൊക്കെയാണ് നോക്കിയത് അവിടെ നിന്ന് 90 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസിൽ തിരിയുമ്പോൾ എവിടെയാണോ എത്തുന്നത് അവിടേക്കാണ് ഇപ്പോൾ രമേശ് നോക്കുന്നത്. അത് വെസ്റ്റിലേക്ക് ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരം. കിട്ടിയോ? ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ സൂപ്പർ ട്രിക്ക് ഇപ്പൊ ചെയ്ത ആ സൂപ്പർ ട്രിക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വരുന്നതൊക്കെ കൂട്ടുക, ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നിങ്ങൾ കുറയ്ക്കുക. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേഗം ഈ ഒരു ചോദ്യം വേഗം ചെയ്യൂ. A person is facing towards west. He turns 90 degree in clockwise direction.
then 270 degree in anti-clockwise direction, 180 degree in clockwise direction, then 270 degree in clockwise direction. In which direction is he facing now? ഒന്ന് വേഗം കണ്ടുപിടിച്ചേ, വേഗം കണ്ടുപിടിക്കൂ. കിട്ടിയോ? കുട്ടി കഴിഞ്ഞില്ലേ? ഓക്കെ, നോക്കാം. എന്താണ്? പേഴ്സൺ ഈസ് ഫേസിംഗ് ടുവാർഡ്സ് വെസ്റ്റ്. വെസ്റ്റിലേക്കാണ് ആദ്യം അദ്ദേഹം നോക്കുന്നത്, അല്ലെ? അതിനുശേഷം എന്ത് ചെയ്യുന്നു? ടേൺസ് 90 ഡിഗ്രി ഇൻ ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. 90 ഡിഗ്രി ക്ലോക്ക് വൈസിൽ, അതുകൊണ്ട് നമ്മൾ 90 കൂട്ടി. ദെൻ 270 ഇൻ ആന്റി ക്ലോക്ക് വൈസ്. 270 ആന്റി ക്ലോക്ക് വൈസിൽ തിരിയുന്നു. 180 ഡിഗ്രി ഇൻ ക്ലോക്ക് വൈസ്. 180 ക്ലോക്ക് വൈസിൽ തിരിയുന്നു. ദെൻ 270 in clockwise direction. Okay, in which direction is he facing now? ഇവിടെ ഒരു പ്ലസ് 270 ഉണ്ട്, ഇവിടെ ഒരു മൈനസ് 270 ഉണ്ട്, രണ്ടും കൂടി ക്യാൻസൽ ആയി പോയി. ഓക്കെ, നോക്കൂ. പിന്നെ 90ഉം 180ഉം എത്ര കിട്ടും? വെസ്റ്റ് പ്ലസ് 270 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, വെസ്റ്റ് പ്ലസ് 270 എന്ന് കിട്ടും. വെസ്റ്റിനോട് 270 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ തിരിയുന്നു. വെസ്റ്റിനോട് 180 തിരിയുമ്പോൾ എവിടെ എത്തി? ഈസ്റ്റിലെത്തി. പിന്നെയും ഒരു 90 കൂടി തിരിയുമ്പോൾ എവിടെ എത്തി? സൗത്തിലെത്തി. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയേ, ഈ വെസ്റ്റിനോട് 270 കൂട്ടിയിട്ട് ഇത്രയും കൂട്ടണല്ലോ എന്നൊക്കെ ആലോചിച്ച് പിന്നെ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ നോക്കൂ. 270 നിങ്ങൾക്ക് കൂട്ടേണ്ടതെങ്കിൽ, ഓക്കെ, 270 ആണ് കൂട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 90 എന്ന് കുറച്ചാൽ മതി. ഓക്കെ, 90 എന്ന് കുറച്ചാൽ മതി. 270 90 കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? 360 കിട്ടില്ലേ? 360 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം? 270 കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 90 എന്ന് കുറച്ച് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ എന്താണ്? വെസ്റ്റിൽ നിന്ന് 90 ഡിഗ്രി കുറയ്ക്കുന്നു, എവിടെ എത്തും? സൗത്തിലേക്ക് എത്തും. അത് തന്നെയല്ലേ ഉത്തരം. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയേ, പ്ലസ് 180 ചെയ്യുന്നതും മൈനസ് 180 ചെയ്യുന്നതും എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, ഇനി പ്ലസ് 90 ചെയ്യുന്നതും മൈനസ് 270 ചെയ്യുന്നതും ഈക്വൽ ആണ്. ഇനി പ്ലസ് 360 ചെയ്യുന്നതും ഒന്നും ചെയ്യാതിരിക്കുന്നു, അതായത് 0 ഡിഗ്രി ഉള്ളതും ഈക്വൽ ആണ്. മനസ്സിലായല്ലോ? ഇത് മൊത്തത്തിൽ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ ആണ്. 360 ഡിഗ്രിയാണ് ഒരു കംപ്ലീറ്റ് റൊട്ടേഷനിൽ തിരിയുന്നത്. ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഈ ഒരു കാര്യവും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കിട്ടിയല്ലോ? ഓക്കെ, അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി ആണ്, സൗത്ത് ആണ്. ക്ലോക്ക് വൈസിൽ തിരിയുന്നൊക്കെ കൂട്ടുന്നു, ആന്റി ക്ലോക്ക് വൈസിൽ തിരിയുന്നൊക്കെ എന്താക്കുന്നു? കുറയ്ക്കുന്നു. അങ്ങനെ നമുക്ക് കൃത്യമായ ഉത്തരം വളരെ പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വേഗം ചെയ്ത് നോക്കിയേ. സുമയ ടേൺസ് 90 ഡിഗ്രി ഇൻ ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. സുമയ 90 ഡിഗ്രി ക്ലോക്ക് വൈസിൽ തിരിഞ്ഞു. ദെൻ 360 ഡിഗ്രി ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. 360 ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ തിരിഞ്ഞു. പിന്നെയോ 180 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ തിരിയുന്നു. ദെൻ 90 ഡിഗ്രി ഇൻ ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. 90 ഡിഗ്രി ക്ലോക്ക് വൈസിലും തിരിഞ്ഞു. ദെൻ എന്താണ്? 45 ഡിഗ്രി ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. 45 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് തിരിഞ്ഞു. 135 ഡിഗ്രി ഇൻ ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. 135 ക്ലോക്ക് വൈസിലും തിരിഞ്ഞു. ഓക്കെ, നൗ ഷീ ഈസ് ഫേസിംഗ് വെസ്റ്റ്. ഓക്കെ, ഇത്രയും ടേൺസ് കഴിഞ്ഞതിന് ശേഷം എങ്ങോട്ടാണ് നോക്കുന്നത്? വെസ്റ്റിലേക്കാണ് നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബിഗിനിങ്ങിൽ ഏത് ഡയറക്ഷനിൽ ആയിരുന്നു എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ഒന്ന് കൂട്ടി നോക്കാം. 360 നമുക്ക് ഒഴിവാക്കാം, അല്ലെ? മൈനസ് 360 എന്ന് പറഞ്ഞാൽ എന്താണ്? തിരിയാതെ നിൽക്കുന്നതിന് തുല്യമാണ്, അല്ലെ? 0 ഡിഗ്രി തന്നെയാണ്, അല്ലെ? 360 ഒഴിവാക്കാം. നോക്കൂ, ഒരു 90 ഉണ്ട്, പിന്നെ ഒരു 90 ഉണ്ട്, പിന്നെ ഒരു 180 ഉണ്ട്. അവിടെയും നമുക്ക് എന്ത് കിട്ടി? 90 + 90 180 കിട്ടി. വീണ്ടും ഒരു 180 കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടി? അവിടെയും ഒരു 360 കിട്ടി. അപ്പോൾ അതും നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, ഇനി നോക്കൂ, മൈനസ് 45 ഡിഗ്രി പ്ലസ് 135 ഡിഗ്രി എത്രയാണ്? 90 ഡിഗ്രിയാണ്, അല്ലെ? അതായത് ആദ്യം ഏത് ഡിറക്ഷനിലാണോ അവിടെ നിന്നും 90 ഡിഗ്രി തിരിയുമ്പോൾ, ക്ലോക്ക് വൈസിൽ തിരിയുമ്പോൾ എവിടെ എത്തുന്നു? വെസ്റ്റിൽ എത്തുന്നു. ഓക്കെ, എന്താണ്? ആദ്യം എവിടെയാണോ അവിടെ നിന്ന് 90 ഡിഗ്രി തിരിയുമ്പോൾ എവിടെ എത്തുന്നു? വെസ്റ്റിൽ എത്തുന്നു. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ആ ഒരു ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? വെസ്റ്റിൽ നിന്ന് 90 ഡിഗ്രി ഞാൻ കുറച്ചാൽ മതി. എന്ത് കിട്ടും? സൗത്ത് എന്ന് കിട്ടും, അല്ലെ? സൗത്ത് എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ, ഡി കിട്ടിയോ? സൗത്ത് കിട്ടിയോ? ഓക്കെ, സൗത്ത് കിട്ടുന്നില്ലേ? ഓക്കെ, എന്താണ്? 90 ഡിഗ്രി തിരിയുമ്പോഴാണ് എവിടെ എത്തുന്നത്?
വെസ്റ്റിൽ എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യം ഏത് ഡയറക്ഷൻ ആണെന്ന് കണ്ടുപിടിക്കാൻ വെസ്റ്റിൽ നിന്ന് 90 ഡിഗ്രി ഒന്ന് കുറച്ചാൽ മതി, അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. എവിടെ എത്തും? സൗത്തിൽ എത്തും. മനസ്സിലായല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു മോഡൽ ക്വസ്റ്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. നിങ്ങൾ നോക്കിയേ, രഹന ഡ്രൈവ്സ് 6 kilometers west from her home and turns left and drives 3 kilometers and then turns left again, drives 10 kilometers. What is the shortest distance between her home and office? ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നമ്മൾ ഏത് എക്സാം ആയിക്കോട്ടെ, RRB ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, IB ആയിക്കോട്ടെ, പിന്നെ എന്താണ് EPFO ആയിക്കോട്ടെ, ഇനിയിപ്പോ കേരള PSC ആയിക്കോട്ടെ, ഇവയിലെല്ലാം തന്നെ എന്താണ് ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഇപ്പോൾ വളരെ കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് നമുക്ക് എങ്ങനെ ഡയഗ്രാം വരയ്ക്കാതെ കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കിയേ, രഹന ഡ്രൈവ്സ് 6 kilometers വെസ്റ്റ് ഫ്രം ഹെർ ഹോം. ഇതിപ്പാണ് രഹനയുടെ വീട്. ഇപ്പൊ ഇതാണെങ്കിൽ വെസ്റ്റിലേക്ക് 6 kilometers രഹന പോകുന്നു. ഓക്കെ, അതിനുശേഷം അങ്ങോട്ട് പോകുന്നു, ടേൺസ് ലെഫ്റ്റ് ആൻഡ് ഡ്രൈവ്സ് 3 kilometers. ഓക്കെ, താഴേക്ക് ഇങ്ങോട്ടാണ് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് 3 kilometers കൂടി പോകുന്നു. ആൻഡ് ദെൻ ടേൺസ് ലെഫ്റ്റ്, വീണ്ടും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് ലെഫ്റ്റ് അഗൈൻ ആൻഡ് ഡ്രൈവ്സ് 10 kilometers, അല്ലെ 10 kilometers കൂടിയിട്ട് പോകുന്നു. 10 kilometers കൂടി പോകുന്നു. ഓക്കെ, എങ്ങോട്ടാണ്? ലെഫ്റ്റ് തിരിഞ്ഞിട്ട് 10 kilometers കൂടി രഹന ഡ്രൈവ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ ഇത്രയും 10 ഉണ്ട്, അതായത് ഇത്രയും 6 ആണ്. ഇവിടെയോ ഇത്ര ബാക്കി വരുന്നത് 4 ആണ്, അല്ലെ? അതായത് ഈ ഒരു ഡിസ്റ്റൻസും എത്രയായിരിക്കും? 3 ആയിരിക്കും. ഇവിടെ 3 ആയതുകൊണ്ട് ഇവിടെയും 3 ആയിരിക്കും. ഓക്കെ, വാട്ട് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഹെർ ഹോം ആൻഡ് ഓഫീസ്? അതായത് ഈ ഒരു ദൂരമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെയും നമുക്ക് എന്ത് കിട്ടി? ഒരു മട്ട ത്രികോണം കിട്ടി, അല്ലെ? ഒരു റൈറ്റ് ആംഗിൾ കിട്ടി. നമ്മൾ നേരത്തെ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ടല്ലോ, പൈതഗോറസ് തിയറം വെച്ച് നമുക്ക് ചെയ്യാം. പിന്നെ ട്രയാങ്കിൾ ട്രിപ്ലറ്റ് വെച്ച് നമുക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാം. ഇവിടെ 3 ആണ്, ഇവിടെ 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഹൈപ്പോട്ടന്യൂസ് വാല്യൂ എത്ര വരും? 5 ഉറപ്പായിട്ടും വരും. സംശയം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 3ന്റെ സ്ക്വയർ എടുക്കുക. എത്ര കിട്ടി? 9 കിട്ടി. 4ന്റെ സ്ക്വയർ എത്രയാണ്? 16 ആണ്. 16ഉം 9ഉം എത്ര കിട്ടും? 25 കിട്ടും. 25 5ന്റെ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ B 5 kilometers ആണ് നമ്മുടെ ശരി ഉത്തരം. കിട്ടിയല്ലോ? ഓക്കെ, ഇനി നമുക്ക് കുറച്ചും കൂടി വലിയ ഡാറ്റയാണ് നമുക്ക് തരുന്നതെങ്കിൽ എങ്ങനെ നമ്മൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. നോക്കിയേ, രഹന ഡ്രൈവ്സ് 6 kilometers വെസ്റ്റിലേക്ക് 6 kilometers രഹന ഡ്രൈവ് ചെയ്യുന്നു ഫ്രം ഹർ ഹോം. ഓക്കെ, ആൻഡ് ടേൺസ് ലെഫ്റ്റ്, അല്ലെ? വെസ്റ്റിലേക്ക് പോയിട്ട് അവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിയുന്നു. ഓക്കെ, വെസ്റ്റ് ടു ലെഫ്റ്റ് ഏതാണ്? ഇവിടെ നോക്കിയേ, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, അല്ലെ? വെസ്റ്റിന്റെ ലെഫ്റ്റ് ഏതാണ്? സൗത്ത് ആണ്, അല്ലെ? സൗത്ത് ആണ്. സൗത്തിലേക്ക് തിരിയുന്നു, പിന്നെ 3 kilometers കൂടി പോകുന്നു. ആൻഡ് ദെൻ ടേൺസ് ലെഫ്റ്റ്, വീണ്ടും ലെഫ്റ്റിലേക്ക് തിരിയുന്നു, അല്ലെ? സൗത്തിന്റെ ലെഫ്റ്റ് ഏതാണ്? ഈസ്റ്റ് ആണ്. ഓക്കെ, ഈസ്റ്റിലേക്ക് തിരിയുന്നു, 10 kilometers കൂടി പോകുന്നു. ഓക്കെ, 10 kilometers കൂടി പോകുന്നു. വാട്ട് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഹെർ ഹോം ആൻഡ് ഓഫീസ്? അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ സമാന ദിശകൾ കൂട്ടുന്നു, എതിർ ദിശകൾ കുറയ്ക്കുന്നു. വെസ്റ്റും ഈസ്റ്റും എതിർ ദിശകളാണ്, അല്ലെ? വെസ്റ്റും ഈസ്റ്റും എതിർ ദിശയാണ്. അപ്പോൾ നമ്മൾ കുറയ്ക്കുന്നു. ഈസ്റ്റ് 4 എന്ന് കിട്ടും, സൗത്ത് 3 എന്നുണ്ട്. ഇവ സമാന ദിശയോ എതിർ ദിശയോ അല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവയുടെ സ്ക്വയർ എടുത്ത് കൂട്ടിയിട്ട് അതിന്റെ റൂട്ട് കാണുന്നു. 4ന്റെ സ്ക്വയറും 3ന്റെ സ്ക്വയറും കൂടി എടുത്ത് കൂട്ടിയിട്ട് അതിന്റെ റൂട്ട് കാണുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 എന്ന് കിട്ടും, അല്ലെ? 5 എന്ന് കിട്ടും. ഇവിടെ നിങ്ങൾ നോക്കിയേ, 5 ഓൾറെഡി കിട്ടി. 5 ആണ് നമ്മുടെ ഉത്തരം. ഇനി നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് സൗത്ത് ഈസ്റ്റ്, അല്ലെ? എസും ഇയും കൂടി ഉണ്ട്. സൗത്ത് ഈസ്റ്റ് ദിശയിൽ ആണ് ഈ ഒരു സ്ഥലം എന്ന് കൂടി കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉപകാരം ഏത് ദിശയിൽ ആണെന്ന് കൂടി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. മനസ്സിലായോ? ഓക്കെ ആണോ? അപ്പൊ ഇത്തരത്തിൽ ചെയ്തുകൊണ്ട് നമുക്ക് ഉത്തരത്തിലേക്ക് വേഗം എത്താം. കുറച്ചും കൂടി വലിയ ഡാറ്റ ആണെങ്കിൽ ചെയ്യാൻ എളുപ്പം എന്ന് പറയുന്നത് നമ്മൾ രണ്ടാമത് ചെയ്ത ഈ ഒരു രീതിയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കൂ. രത്തൻ walks 15 meters towards the north and then turns right and walks 23 meters. Then he turns left and walks 16 meters. After that he turns left and walks 11 meters. Then he turns right and walks 17 meters. Then he turns left and walks 12 meters. He finally turns right and walks 19 meters. In which direction and how far is he from now with reference to the starting point? അല്ലെ? നിങ്ങൾ നോക്കിയേ, ഒരുപാട് ഡാറ്റാസ് തന്നിട്ടുണ്ട്, അല്ലെ? ഒരുപാട് ദിശകളും ഒരുപാട്
പിന്നെ ദൂരവും തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ നമുക്ക് വരച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നേരം ബുദ്ധിമുട്ടില്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ വരച്ച് നമ്മളിപ്പോൾ ചെയ്ത പോലെ രണ്ടാമത് ഇതായ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, നമുക്ക് ചെയ്തു നോക്കാം. നോക്കിയേ, രത്തൻ വാക്സ് 15 മീറ്റർ ടുവാർഡ്സ് നോർത്തിലേക്ക് 15 മീറ്റർ പോകുന്നു. ഓക്കെ, ദെൻ ടേൺസ് റൈറ്റ്. നോർത്തിന്റെ റൈറ്റ് ഏതാണ്? ഈസ്റ്റ് ആണ് അല്ലെ, ഈസ്റ്റ് ആണ്. ഓക്കെ, ടേൺസ് റൈറ്റ് ആൻഡ് വാക്സ് 23 മീറ്റർ. ദെൻ ഹി ടേൺസ് ലെഫ്റ്റ്. ഈസ്റ്റിന്റെ ലെഫ്റ്റ് ഏതാണ്? നോർത്ത് ആണ് അല്ലെ, നോർത്ത് ആണ്. എത്ര പോയി? 16 മീറ്റർ പോയി. ആഫ്റ്റർ ദാറ്റ് ഹി ടേൺസ് ലെഫ്റ്റ്. നോർത്തിന്റെ ലെഫ്റ്റ് ഏതാണ്? വെസ്റ്റ് ആണ്. വെസ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് 11 മീറ്റർ കൂടി പോയി. ദെൻ ഹി ടേൺസ് റൈറ്റ്. വെസ്റ്റിന്റെ റൈറ്റ് ആരാണ്? വെസ്റ്റിന്റെ റൈറ്റ് ആരാണ്? നോർത്ത് ആണ്. നോർത്തിലേക്ക് എത്ര പോയി? 17 മീറ്റർ പോയി. ദെൻ ഹി ടേൺസ് ലെഫ്റ്റ്. നോർത്തിന്റെ ലെഫ്റ്റ് ആരാണ്? വെസ്റ്റ്. വെസ്റ്റ് അല്ലെ, നോർത്തിന്റെ ലെഫ്റ്റ് വെസ്റ്റ് വന്നു അല്ലെ, എത്ര പോയി? 12 മീറ്റർ പോയി. ഹി ഫൈനലി ടേൺസ് റൈറ്റ്. വെസ്റ്റിന്റെ റൈറ്റ് എങ്ങോട്ടാണ്? നോർത്ത് ആണ്. ആൻഡ് വാക്സ് 19 മീറ്റർ അല്ലെ. ഒരുപാട് ഡാറ്റ ഉണ്ട് അല്ലെ, ഒരുപാട് ഡാറ്റ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് വേണം നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. നിങ്ങൾ നോക്കിയേ, ഇവിടെ നോക്കൂ, സമാന ദിശകൾ നോക്കിയേ. നോർത്ത് ഉണ്ട്, ഇവിടെ ഒരു നോർത്ത് ഉണ്ട്, ഇവിടെയും നോർത്ത് ഉണ്ട്, ഇവിടെയും നോർത്ത് ഉണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ അതെല്ലാം കൂടി ഒന്ന് കൂട്ടി നോക്കിയേ, ഒന്ന് കൂട്ടി നോക്ക് വേഗം. എത്ര കിട്ടും? കിട്ടുന്നില്ലേ? ഓക്കെ, എത്ര കിട്ടും? ഇവിടെ നിങ്ങൾ നോക്കിയേ, സമാന ദിശ നോർത്ത് ഉണ്ട്, പിന്നെ വെസ്റ്റും ഉണ്ടല്ലേ. ഇവിടെ നോക്കൂ, ഇത്ര നോർത്ത് വെസ്റ്റ് 11ഉം 12ഉം കൂടി കൂട്ടി എത്ര കിട്ടും? വെസ്റ്റ് 23 കിട്ടും അല്ലെ, വെസ്റ്റ് 23 കിട്ടും. അതുകൊണ്ട് നമുക്ക് ഈ ഒരു വെസ്റ്റും കളയാം. ഓക്കെ, അപ്പൊ എത്ര കിട്ടി? വെസ്റ്റ് 23 കിട്ടി. ഓക്കെ, ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ ഒരു ഈസ്റ്റ് 23 ഉണ്ട്, വെസ്റ്റ് 23 ഉണ്ട്. അവ തമ്മിൽ ക്യാൻസൽ ആയി പോകുന്നു. ഓക്കെ, 23 രണ്ടിന്റെയും വാല്യൂ, അതുകൊണ്ട് ഇത് ക്യാൻസൽ ആയി പോകുന്നു. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ ഇനി ബാക്കി എത്രയുണ്ട്? നോർത്ത് എത്ര കിട്ടും? ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര? 15ഉം 16ഉം 17ഉം 19ഉം കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 67 എന്ന് കിട്ടും. നോർത്ത് 67 കിട്ടും. 67 കിട്ടും അല്ലെ. ഓക്കെ, കിട്ടുന്നില്ലേ? ഓക്കെ, 67 കിട്ടും. അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയുത്തരം. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയുത്തരം. നോർത്ത് 67 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഡയഗ്രാം വരച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നേരം നമ്മൾ കൂടുതൽ എടുക്കും. എന്നാൽ നമ്മൾ ഈ ഒരു മെത്തേഡ് കൂടെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി സ്പീഡിൽ നമുക്ക് നമ്മുടെ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം നോക്കൂ. If the minute hand of a clock points towards the south at 12 AM, then in which direction will the minute hand point at 3 AM in the same clock? Okay, എന്താ ചോദിച്ചത്? 12 മണിക്ക് എന്താണ് മിനിറ്റ് ഹാൻഡ്, നമ്മുടെ മിനിറ്റ് സൂചി എന്ന് പറയുന്നത് സൗത്തിലേക്കാണ് പോയിന്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നോക്കൂ, 3 മണി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മിനിറ്റ് ഹാൻഡ് ഏത് ഡയറക്ഷനിലാണ് പോയിന്റ് ചെയ്യുന്നത് എന്നാണ് അല്ലെ. നമുക്ക് സമയം നോക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് ഉത്തരം എന്തെഴുതാം? സൗത്ത് എന്ന് എഴുതാൻ പറ്റും അല്ലെ. എങ്ങനെ കിട്ടി? നിങ്ങൾ നോക്കിയേ, 12 മണിയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും ഒരേ ഡയറക്ഷൻ ആണ്, അത് ഇങ്ങോട്ടാണ്, സൗത്ത് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇവ നോക്കുന്ന ഈ 12 എന്ന് പറയുന്നത് സൗത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ അല്ലെ, സൗത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി 3 മണിയാണെങ്കിലോ അപ്പോഴും മിനിറ്റ് സൂചി എങ്ങോട്ടാണ്? 12ന് നേരെയാണ് ചൂണ്ടുന്നത് അല്ലെ. 12ന് നേരെയാണ് നമ്മുടെ മിനിറ്റ് സൂചി ചൂണ്ടുന്നത് അല്ലെ. അതായത് അപ്പോഴും അത് സൗത്തിലേക്ക് തന്നെയാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരിയുത്തരം. ഓക്കെ, കിട്ടിയോ? ഓക്കെ, അപ്പൊ നമ്മൾ സാധാരണ ഡിറക്ഷനിൽ ചോദിച്ച് കാണുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവയൊക്കെ സാധാരണ രീതിയിൽ എങ്ങനെ ചെയ്യുന്നു, എന്നാൽ നമ്മൾ സ്മാർട്ട് വേയിൽ ഒരു ഷോർട്ട് റെക്കോർഡ് കൂടിയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂ സെക്കൻഡുകൾ കൊണ്ട് നമ്മൾ എങ്ങനെ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇവയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ അറിവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അറിയിക്കുക, കമന്റ്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഡയറക്ഷനുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന കാര്യങ്ങൾ ഇത്രയുമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത്ര മാത്രമാണ്. അടുത്ത ഒരു ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക് യു.